went into Pakistan, you attacked Pakistan, and you told our pilots, do not attack their air defense system. Meaning you told our pilots, go and attack and face the air defense system of Pakistan. Meaning you tied their hands behind their back. If I can say, what were the reasons for success? One, which I can think of, is that there was political will. I'm being very, very candid here, very open here, because I hear various versions of it. I think if I tell you something, people will have to believe, because I was there listening to everybody, attending every meeting. There was very clear political will, very clear directions which were given to us, and there were no kind of restrictions which were put on it. Many people have spoken somewhere. Unfortunately, everybody is speaking about it. कि कुछ ना कुछ मैं बोल दूंगा इस बारे में. So there have been talks about, was there any restriction? Were you kept constrained? If there were any constraints, they were self-made. We, the forces, decided what will be our rules of engagement. We, the forces, decided what will be the escalation ladder that we want to ride on. We decided how we want to control the escalation. So I want to make it very clear, there were no, I repeat, no restrictions on us. Full freedom was given to us to plan and. ജനഡിബേറ്റിലേക്ക് സ്വാഗതം. 100-ലധികം ഭീകരവാദികൾ, 35 പാക് സൈനികർ, 9 ഭീകരവാദ കേന്ദ്രങ്ങൾ, നിരവധി പാക് വ്യോമതാവളങ്ങൾ, ലാഹോറിലെ റഡാർ സംവിധാനം, ഇസ്ലാമാബാദ് വരെ എത്തിയ ആക്രമണം, കറാച്ചി ലക്ഷ്യമിട്ട് നേവി നടത്തിയ നീക്കം, പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് വെടിനിർത്തൽ അഭ്യർത്ഥിച്ചത്, ഇതെല്ലാം കൃത്യമായി ഭാരത സൈന്യം വിശദീകരിച്ചിട്ടും രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് അതൊന്നും വിശ്വസനീയമായി തോന്നിയില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനവും വെടിവെച്ചിട്ടുവെന്ന് വ്യോമസേനാ മേധാവി വ്യക്തമാക്കി. ഇനിയെങ്കിലും രാഹുലിന്റെ സംശയം തീരുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. ജനഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ രഘുനാഥ് ചൈതന്യ എന്നിവരാണ്. ആദ്യം കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, ആദ്യം ഉന്നയിക്കുന്ന ചോദ്യം സംശയം തീർന്നോ എന്നതാണ്. വളരെ കൃത്യമായി നമ്മുടെ സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ അതാത് ദിവസങ്ങളിൽ വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ, രാജ്യത്തിന് മുന്നിൽ വിശദീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. പക്ഷേ അപ്പോഴും സംശയങ്ങൾ ഉയർത്തുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ചെയ്തത്. ലോക്സഭയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ച ചില വാദഗതികളാണ് ഈ ഡിബേറ്റിന്റെ തുടക്കത്തിൽ നമ്മൾ കാണിച്ചത്. അതിനുള്ള എയർ ചീഫ് മാർഷലിന്റെ മറുപടി കൂടിയാണ് നമ്മൾ ഇതേ സ്ക്രീനിൽ തന്നെ കാണിച്ചത്. വളരെ കൃത്യമായി പറയുന്നുണ്ട് രാഹുൽ, നമ്മുടെ സൈന്യത്തിൻ്റെ സൈനികരുടെ കൈകൾ കെട്ടിയിട്ടു, വളരെ കൃത്യമായ ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം നിരാകരിച്ചുകൊണ്ട് എയർ ചീഫ് മാർഷൽ എന്തൊക്കെയാണ് നമ്മൾ പാകിസ്ഥാന് നൽകിയ പ്രഹരം എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇനിയെങ്കിലും അംഗീകരിക്കാനാകുമോ ഓപ്പറേഷൻ സിന്ദൂറിനെ? അല്ല നീലിമ, ഈ മറുപടി ഇന്നാണ് എയർ ചീഫ് മാർഷൽ APC അമർപ്രീത് സിംഗ് നൽകുന്നത്. ഈ മറുപടി അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയോ അതല്ല എങ്കിൽ ആ രീതിയിൽ ചുമതല വഹിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ സമ്പൂർണമായി വ്യക്തമായി. ആ കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ലല്ലോ. ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചത് ഈ യുദ്ധത്തിൽ എത്ര എയർക്രാഫ്റ്റുകൾ വീണിട്ടുണ്ട്, അതല്ല എങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അത് ഒരു ജനാധിപത്യ രാജ്യത്ത് അറിയുവാനുള്ള ജനാധിപത്യ. നിലിമ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്.
ജനാധിപത്യ രാജ്യത്ത് അറിയുവാനുള്ള പൗരന്മാരുടെ സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പരമോന്നതമായി ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തേണ്ട ഫോറം എന്ന് പറയുന്നത് പാർലമെന്റ് ആയതുകൊണ്ട് ഒരുപക്ഷെ നീലിമ അങ്ങ് നമ്മളൊക്കെ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ അന്ന് യുദ്ധാവസാനം ശ്രീമതി ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ കണക്ക് ഇന്ത്യക്ക് 42 യുദ്ധവിമാനങ്ങൾ നഷ്ടമായി. പാകിസ്ഥാന് 86 യുദ്ധവിമാനം നമുക്ക് തകർക്കാനായിട്ട് കഴിഞ്ഞു. ഇന്ത്യയുടെ 81 ടാങ്കുകൾ നഷ്ടമായപ്പോൾ പാകിസ്ഥാന്റെ 226 ടാങ്കുകൾ നമുക്ക് തകർക്കാൻ കഴിഞ്ഞു. അങ്ങനെ പാകിസ്ഥാന്റെ ടാങ്ക് തകർത്ത CQMH അബ്ദുൾ ഹമീദ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ബറ്റാലിയൻ നടത്തിയ ഒരു പ്ലാറ്റൂൺ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ നിരവധി ടാങ്കുകൾ തകർക്കുകയും തകർത്ത നടപടിയിൽ ആ യുദ്ധത്തിലാണ് CQMH അബ്ദുൾ ഹമീദ് പരമവീര ചക്രം ലഭിക്കുകയും ചെയ്തത്. അപ്പൊ അന്ന് 226 പാകിസ്ഥാന്റെ പാറ്റൻ ടാങ്കുകൾ, പാറ്റൻ എന്ന പേരിലാണ് അവർ ടാങ്കുകൾ അറിയപ്പെടുന്നത്, പാറ്റൻ ടാങ്കുകൾ തകർത്തത് ആ കാര്യം പാർലമെന്റിൽ വെളിപ്പെടുത്തുകയും അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഉള്ളതുമാണ്. അപ്പോ രാജ്യം ചെറുതാണെങ്കിലും ശത്രുരാജ്യവുമായിട്ട് ഒരു എന്താ പറഞ്ഞേ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടില്ല എങ്കിലും യുദ്ധത്തിന്റെ വക്കോളം എത്തിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നത് അറിയുവാനുള്ള ജനാധിപത്യപരമായ അവകാശം, ആ അവകാശത്തിന്റെ ഭാഗമായി ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം പാർലമെന്റിൽ അതിന് വ്യക്തമായ പ്രധാനമന്ത്രി അതിന് ശേഷം ഏറ്റവും അടുത്ത ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ച തന്നെ അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കുറിച്ചായിരുന്നു. ഏതായാലും ആ പ്രസംഗ സമയത്തും ഇന്ത്യക്കുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാന് മേൽ നടത്തിയ ആക്രമണത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചോ അങ്ങനെയുള്ള കണക്കുകളൊന്നും പറഞ്ഞില്ല. ഏതായാലും ഇന്ന് എയർ ചീഫ് മാർഷൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. അത് ഇന്നേ ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് പാർലമെന്റിൽ നടന്ന ഡിബേറ്റിൽ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ചയുണ്ടായില്ല, അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞില്ല എന്നുള്ള ലളിതമായ ഒരു ചോദ്യമേ അവിടെ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ സംശയം മാറിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഏതെങ്കിലും രീതിയിൽ ഈ കാര്യത്തിൽ സംശയമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഇത് എന്താ പറഞ്ഞ ഈ പാകിസ്ഥാന് മേൽ നമ്മൾ നടത്തിയ ആക്രമണം അതിന്റെ പിറ്റേ ദിവസം മുതൽ അത് നമ്മുടെ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതായിരുന്നു. ആ ഉത്തരം ഇതുവരെയും അത് തരേണ്ടവരിൽ നിന്ന് കിട്ടിയില്ല. ഇന്നലെ മാത്രമാണ് ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് ഇത് പറയുന്നത്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി, അതും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക വിരുദ്ധമായ മറുപടിയാണോ പറയുന്നതെന്ന് ചോദിക്കരുത്. കമ്പൈൻഡ് ഡിഫൻസ് സ്റ്റാഫിന്റെ തലവൻ അനിൽ ചൗഹാൻ, ജനറൽ അനിൽ ചൗഹാൻ ഇതിനിടയിൽ സിംഗപ്പൂരിലെ വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു സമ്മേളനത്തിൽ, ഏതായാലും അനിൽ ചൗഹാനെ പോലെ ഒരാൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകാനായിട്ട് പറ്റത്തില്ലോ. അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞ നഷ്ടം ഇരുഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അത് യുദ്ധമാണ്, സ്വാഭാവികമാണ്, നഷ്ടമുണ്ടാകുകയും ചെയ്യും. അത് എന്താ പറഞ്ഞ അതിനെക്കുറിച്ച് അനിൽ ചൗഹാൻ അവിടെ പറഞ്ഞത് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ദേശദ്രോഹികളാണ്, രാജ്യദ്രോഹികളാണ് എന്ന് വിളിക്കുന്നത് അത് ഒട്ടും എന്താ പറഞ്ഞ സ്വീകാര്യമായ ഒന്നല്ല. അത് ശുഭകരമായ ഒരു കാര്യമല്ല. ജനാധിപത്യത്തിൽ ഇപ്പൊ ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ആ സമയത്ത് രാഹുൽ ഉന്നയിച്ച ചോദ്യം ഭാരതത്തിന് എത്ര എയർക്രാഫ്റ്റുകൾ നഷ്ടമായി എന്നതാണ് ചോദിക്കുന്നത്. ഭാരതത്തിന് എന്ത് നഷ്ടം വന്നു? അതിനപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ എത്ര നാശനഷ്ടം വരുത്താൻ നമുക്കായി എന്നുള്ള ചോദ്യം രാഹുലിൽ നിന്നുണ്ടായില്ല. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ചൊല്ലി രാജ്യവിരുദ്ധതയാണ് രാഹുൽ സദാനേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാദങ്ങൾ, വിമർശനങ്ങൾ ഉയർന്നു വന്നത്. ഞാനത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് രാഹുൽ ഉയർത്തിയ വാദഗതികളെ ഖണ്ഡിക്കുവാനും അദ്ദേഹത്തെ വിമർശിക്കുവാനും ഒക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഞാൻ എൻ്റെ വിനീതമായ ചോദ്യം, ഈ കാര്യം ഇന്ന് ഇപ്പൊ എത്ര ദിവസമായി? ഏതാണ്ട് 3-3.5 മാസത്തോളമായല്ലോ ഈ ഓപ്പറേഷൻ നടന്നതിന് ശേഷം, 3 മാസത്തോളം ആയി. ഇത് ഇന്ന് മാത്രം അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം മാത്രം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ മാത്രമായിട്ടാണ് ഇത് വരുന്നത്. ഇതെന്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ കാര്യം അറിയാൻ, ഞങ്ങൾ പാകിസ്ഥാന്റെ ഇത്ര എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടിരിക്കുന്നു, ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വിവരം അത് നേരത്തെ തന്നെ ജനങ്ങളെ അറിയിക്കുകയും, കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ ശത്രു രാജ്യത്തിന്റെ വിമാനങ്ങൾ തകർത്തു എന്നുള്ള വാർത്ത ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. ആ ചോദ്യത്തിൽ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതുണ്ടായിരിക്കുന്ന അതിന്റെ യഥാർത്ഥ കണക്കെന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ രാജ്യവിരുദ്ധനാണ്, നിങ്ങൾ ദേശവിരുദ്ധനാണ് എന്ന് പറയുന്ന ആ വാദഗതി, ആ
വാദഗതിയെയാണ് ഞങ്ങൾ എതിർക്കുന്നത് നീലിമ. അത് ഇനിയും ഞങ്ങൾ എതിർക്കും, ആ കാര്യത്തിൽ സംശയമില്ല. കാരണം ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് മറച്ചു വെക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് യു എൻ സെക്രട്ടറി മാർക്കോ റൂബിയോ, ഇന്ന് നമ്മൾ ട്രംപ് പറയുന്നു എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ വിമർശനം. ഇന്ന് മാർക്കോ റൂബിയോയുടെ, യു എൻ സെക്രട്ടറിയുടെ ഇന്നലത്തെ ഒരു പ്രസ്താവന ഇന്നത്തെ പത്രങ്ങളിലൊക്കെ അടിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹവും പറയുന്നത് ഈ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി ട്രംപിന്റെ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപ് ശക്തമായി ഇടപെട്ടത് കൊണ്ടാണ് ഇത് 90 മണിക്കൂർ കൊണ്ട് ഇത് അവസാനിച്ചത് എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങൾ ചോദിക്കുന്നത് അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഈ ഏറ്റവും അധികം ഘോരമായ യുദ്ധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും കാരണം പരിമിതമായ ഭൂരിപക്ഷത്തിലാണ് ഇസ്രായേൽ ബെഞ്ചമിൻ നെഹന്യാഹു അവിടെ ഭരണം നടത്തുന്നത്. ശ്രീ മോഹൻ വർഗീസ് സാർ കൃത്യമായിട്ട് പറയും, എനിക്ക് തോന്നുന്നു 4 or 5 പാർലമെന്റിലെ എം പിമാരുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിയിലുള്ള എം പിമാർ പോലും, അല്ലെങ്കിൽ സഭയിലുള്ള ആളുകൾ പോലും ആ യുദ്ധത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെ കഠിനമായി വിമർശിക്കുന്നു. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന പാർട്ടിയും വിമർശിക്കുന്നു. ഇതെല്ലാം ഒരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കുന്നതാണ്. ജനാധിപത്യ രാജ്യത്ത് ആരെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം രാജ്യവിരുദ്ധരാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നത് അത് ഒട്ടും ശരിയല്ല എന്നാണ് ആദ്യ ഫേസിൽ എനിക്ക് ഈ കാര്യത്തിൽ മറുപടി നൽകാനുള്ളത്. നീലിമ. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞത്, ഒരു ജനാധിപത്യ ക്രമത്തിൽ ഇങ്ങനെ സംശയം ചോദിക്കുന്നതിനെ രാജ്യദ്രോഹം അല്ലെങ്കിൽ രാജ്യവിരുദ്ധത എന്നൊക്കെ എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്നാണ്. രാഹുലിന്റെ ഈ നിലപാട് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതു മുതൽ ഓപ്പറേഷൻ സിന്ദൂറിൽ എത്തി നിൽക്കുമ്പോൾ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുമ്പോൾ, ഈ ഘട്ടത്തിലൊക്കെ രാജ്യത്തിന് ചേരാത്ത ഒരു ശബ്ദം രാഹുലിൽ നിന്ന് ഉയരുന്നു എന്ന വലിയ കൺസേൺ, വലിയ ഉത്കണ്ഠ ഇവിടെ പങ്കുവെക്കപ്പെട്ടതാണ്. അതിനുള്ള കൂടി മറുപടിയാണ് ഇന്ന് എയർ ചീഫ് മാർഷലിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ കാണാം ഈ നീക്കത്തെ? യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രൊറോഗറ്റീവാണ് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത്. ശരിയായ സമയത്ത് ശരിയായ ചോദ്യങ്ങൾ ശരിയായ ഇടങ്ങളിൽ ചോദിക്കാൻ കഴിയുമ്പോഴാണ് ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നത്. ഇനി ചോദ്യത്തിൻ്റെ ഇടം നോക്കൂ. പാർലമെൻറ്റിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്നു, എത്ര വിമാനങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? 2, നമ്മുടെ ഈ ആർമിയുടെ ഭാഗത്തു നിന്ന് വന്ന ചില പ്രസ്താവനകളെ ചുവട് പിടിച്ചുകൊണ്ട്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ചില പ്രസ്താവനകളുടെ ചുവട് പിടിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു. അത് നമ്മൾ ഇപ്പോൾ ഈ ഇൻട്രോയ്ക്ക് ശേഷം ആ ഫ്രെയിമിൽ വന്ന ചിത്രം, രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ സംസാരത്തിൻ്റെ വാക്ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ സൈനികരുടെ, പ്രത്യേകിച്ച് വൈമാനികരുടെ കൈ പുറകിൽ കെട്ടി അവരെ നിരായുധരായി, അവരെ ആക്രമണ സജ്ജരായി നിൽക്കുന്ന അവരെ, നിങ്ങൾ പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങൾ ആക്രമിക്കരുത് എന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് വിടുകയും അവരെ ദേ ആർ ഓൾമോസ്റ്റ് ലൈക്ക് സിറ്റിംഗ് ഡക്സ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വിമാന ആക്രമണം, വൈമാനിക ആക്രമണങ്ങൾ അത് പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ കൈകൾക്ക് കുച്ചുവിലം കെട്ടിയിരിക്കുന്നു, കൈകൾ പുറകെ കെട്ടിവെച്ചിരിക്കുന്നു. ഇതാണ് ആരോപണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ചോദ്യമുണ്ട്. 2, ഒരു ആരോപണമുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം സൈന്യത്തിന്, പ്രത്യേകിച്ച് വ്യോമസേനയ്ക്ക് ഒരു ഫ്രീ ഹാൻഡ് നൽകിയിട്ടില്ല എന്ന ഒരു ആരോപണമുണ്ട്. ഈ 2 കാര്യങ്ങളുടെയും വ്യക്തമായ ഉത്തരം 100 ദിവസത്തിനുള്ളിൽ തന്നെ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് ബംഗളൂരുവിൽ വെച്ച് നടക്കുന്നു. നോക്കൂ, ബാംഗ്ലൂർ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ്. ബാംഗ്ലൂർ ഈസ് ദി ഹബ് ഓഫ് ഓൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഫോർ ലാസ്റ്റ് 2 days. അതായത് രാഹുൽ ഗാന്ധി ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി, അതിൻ്റെ ഒരു നിയമസഭാ മണ്ഡലം എടുത്തുകൊണ്ട് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് ആരോപിച്ചതിൻ്റെ 24 മണിക്കൂറിനുള്ളിലാണ് ഈ വിശകലനം കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ വലിയ പ്രതിഷേധങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക സമയത്താണ് വളരെ കാഷ്വലായിട്ടാണ്, പക്ഷേ ഓതൻറ്റിക്കായി കാര്യങ്ങൾ പറയുകയാണ്. രാഷ്ട്രീയ നേതൃത്വം, സൈനിക മേധാവിയാണ് പറയുന്നത്, വ്യോമസേന മേധാവിയാണ് പറയുന്നത്, രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണ സ്വാതന്ത്ര്യം
സൈന്യത്തിന് നൽകിയിരുന്നു. പ്രത്യേകിച്ച് വ്യോമസേനയാണ് ആക്രമണങ്ങളിൽ പങ്കെടുത്ത പ്രധാന ഘടകം. ഇപ്പോൾ വ്യോമസേന മേധാവി പറയുന്നു, ഞങ്ങളുടെ മേൽ യാതൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നത്, അത് വ്യക്തമാണ്, അത് രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞിരുന്നു, സൈനിക കേന്ദ്രങ്ങളല്ല നമ്മൾ ആക്രമിക്കുന്നത്. ഈ കാര്യം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പാകിസ്ഥാനെ അറിയിച്ചിരുന്നു, നമ്മുടെ സൈനിക നേതൃത്വവും പാകിസ്ഥാനെ അറിയിച്ചിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളെ ആദ്യഘട്ടത്തിൽ ആക്രമിക്കില്ല. നിങ്ങൾ അഭയം കൊടുത്ത തീവ്രവാദ കേന്ദ്രങ്ങൾ, അതായത് തീവ്രവാദികളുടെ താവളങ്ങൾ, ഹർക്കത്തുൽ മുജാഹിദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് ആക്രമണം നടത്തി അക്കാര്യം പറയുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാൻ വാണ്ടഡ് എസ്കലേഷൻ. കൃത്യമായി വ്യോമസേന മേധാവി പറയുകയാണ്, പാകിസ്ഥാൻ്റെ വ്യോമസേനയ്ക്ക് നമ്മുടെ വ്യോമസേനയും നമ്മുടെ താവളങ്ങളെയും ആക്രമിച്ചേ മതിയാവും. കാരണം പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് നിലനിൽക്കണം എങ്കിൽ യഥാർത്ഥത്തിൽ ഈ ആക്രമണം അനിവാര്യമായി വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പ്രത്യാക്രമണം നടത്തേണ്ടതുണ്ട്. ആ പ്രത്യാക്രമണത്തിലാണ് കൃത്യമായ കണക്ക് പറയുന്നത്. ആദ്യമായിട്ടാണ് ഇത് വെളിയിൽ വരുന്നത്. 5 പാകിസ്ഥാൻ വ്യോമസേന ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന വെടിവെച്ചിട്ടു. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിലാണ്. കാരണം ആ സമയത്ത് ഇന്ത്യയുടെ വ്യോമസേന വിമാനങ്ങൾ പാക് എയർ സ്പേസ് ലംഘിച്ചിട്ടില്ല എന്ന് ഓർക്കണം. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് നമ്മുടെ ഏറിയൽ ഡിഫൻസ് സിസ്റ്റം, റഷ്യയിൽ നിന്നും നമ്മൾ വാങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റം, അതായത് S-400 എയർ ഡിഫൻസ് സിസ്റ്റം, അത് 100 മുതൽ 400 വരെ കിലോമീറ്റർ നീളത്തിൽ അത്രയും റേഞ്ചിൽ വരുന്ന ശത്രു ടാർഗറ്റ്സിനെ ടാർഗറ്റ് ചെയ്ത് വീഴ്ത്താൻ കപ്പാസിറ്റി ഉള്ളതാണ്. എവിടെ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്ന തെളിവ് പാകിസ്ഥാനിൽ കിടക്കുകയാണ്. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ഈ വിമാനങ്ങൾ അപകടകരമായ രീതിയിൽ ഇന്ത്യയെ അപ്രോച്ച് ചെയ്തപ്പോൾ, പഞ്ചാബിൻ്റെയും കാശ്മീരിൻ്റെയും അതിർത്തിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ടാണ് S-400 തീതുപ്പിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് വന്നിട്ടുള്ള വിശകലനം. അതോടൊപ്പം തന്നെ ഈ 5 ഫൈറ്റ് ജെറ്റ്സിനോടൊപ്പം തന്നെ ഒരു നിരീക്ഷണ വിമാനവും, അത് വലിയൊരു വിമാനമാണ്, അത് എവാക്സ് സംവിധാനമുള്ള വിമാനമാണ്. അതായത് ഏർലി വാർണിംഗ് കൺട്രോൾ സിസ്റ്റം, എവാക്സ് ഉള്ള വിമാനം വെടിവെച്ചിരിക്കുന്നത്. അത് ആദ്യമായിട്ടാണ്, ഇത്രയും വലിയ ഇന്ത്യയുടെ വ്യോമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്രയും ആധുനിക സംവിധാനമുള്ള ഒരു വളരെ വലിയ വിമാനം വെടിവെച്ചിടുന്നത് എന്ന ഒരു കാര്യവും അദ്ദേഹം പങ്കുവെക്കുന്ന കണ്ടു. അപ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് കതിരും പതിരും തെളിച്ചെടുക്കുക? രാഹുൽ ഗാന്ധിയുടെ ആർഗ്യുമെൻ്റ് എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം വേണ്ട ഇച്ഛാശക്തി കാട്ടിയില്ല, സൈന്യത്തിന് വേണ്ട ഫ്രീ ഹാൻഡ് കൊടുത്തില്ല, സൈന്യത്തെ അവരാക്രമിക്കുമ്പോൾ ആ സൈന്യത്തെ കൈകെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. ഇദ്ദേഹം പറയുന്നു, നമ്മുടെ വ്യോമസേനാ മേധാവി പറയുന്നു, അങ്ങനെയല്ല, പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നൽകിയിരുന്ന ആദ്യ നിർദ്ദേശം മാത്രമാണ് ഈ മിലിറ്ററി കേന്ദ്രങ്ങളെ ആക്രമിക്കരുത്. പക്ഷേ ഞങ്ങൾ ആക്രമിച്ച് തുടങ്ങിയപ്പോൾ ശക്തമായ ആക്രമണം നടത്തി. അതുമാത്രമല്ല, അവിടുത്തെ ഹാങ്ങറുകളിൽ കിടന്ന F-16 വിമാനങ്ങൾ ഉൾപ്പെടെ ഒരു ഹാങ്ങറിൻ്റെ പകുതിയും തകർന്നു. അപ്പോൾ ഒരു ഹാങ്ങറിൽ എത്ര വിമാനങ്ങളാണ് എന്നത് ഊഹിക്കാം. അപ്പോൾ അമേരിക്ക നിർമ്മിതമായ പാകിസ്ഥാൻ നൽകിയ F-16 സീരീസിലുള്ള ഏതാനും വിമാനങ്ങൾക്ക് കൂടി നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നതിൻ്റെ സ്ഥിരീകരണം ഇപ്പോൾ വരികയാണ്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നതൊന്ന്, യഥാർത്ഥത്തിൽ സംഭവിച്ചതൊന്ന്. അതെന്തുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞില്ല എന്ന് മാത്രമാണ് ശ്രീ സേനാപതി വേണു പറഞ്ഞത്. അത് ന്യായമായ കാര്യമാണ്. വേണമെങ്കിൽ ഈ 96 ദിവസം, ഇപ്പോൾ ഇത് യുദ്ധം അവസാനിച്ചിട്ട്, അതായത് ഈ പോരാട്ടം ഓപ്പറേഷൻ സിന്ദൂർ തൽക്കാലത്തേക്ക് മെയ് മാസം 10-ാം തീയതി നിർത്തിവെച്ചതിന് ശേഷം ഇപ്പോൾ 90 ശതമാനം ദിവസങ്ങളായി. പക്ഷേ ഇതിന് മുൻപ് തന്നെ വേണമെങ്കിൽ സ്ഥിരീകരണം പറയാമായിരുന്നു. അപ്പോഴാണ് അനിൽ ചൗഹാൻ, ജോയിൻറ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന് സിംഗപ്പൂരിൽ വെച്ച് വന്ന ഒരു പ്രസ്താവന ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ചില നാശനഷ്ടങ്ങൾ ഭാരതത്തിനും ഉണ്ടാകും. ഇതൊരു സാമാന്യവൽക്കരണം ആയ ഒരു പ്രസ്താവനയാണ്. കാരണം ഒരു യുദ്ധമാകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം എന്ന രീതിയിൽ പറഞ്ഞത്. ഇന്ത്യക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇന്ത്യയുടെ ഒരുപാട് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. എന്തെല്ലാം നിറം പിടിപ്പിച്ച കഥകളാണ് നമ്മൾ കേട്ടത്. ഫ്രാൻസിൽ നിന്ന് നമ്മൾ അന്യായ വില കൊടുത്ത് വാങ്ങിയ അത്യന്താധുനിക വിമാനമായ റഫാൽ വിമാനങ്ങൾ 4-5 എണ്ണം താഴെപ്പോയി എന്ന മട്ടിൽ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ പറഞ്ഞു എന്ന രീതിയിലാണ് പിന്നീട് വന്ന വിശകലനങ്ങൾ. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് അറിയേണ്ടത് പാകിസ്ഥാൻ്റെ എത്ര വിമാനങ്ങളാണ് ഇന്ത്യ വെടിവെച്ചിട്ടത് എന്നാണെങ്കിൽ അതിനുള്ള ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. അതേസമയം ഇന്ത്യയുടെ എത്ര വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് എന്നതിൻ്റെ ഉത്തരം കൃത്യമായി ഇതുവരെ അറിയില്ല. ഒരുപക്ഷെ അത് തെളിവുണ്ടെങ്കിൽ പാകിസ്ഥാൻ വെളിയിൽ വിടാമല്ലോ. പാക് ഏരിയയിൽ ഇന്ത്യയുടെ ഏതെങ്കിലും യുദ്ധവിമാനം വെടിവെച്ചിട്ടുണ്ട് എങ്കിൽ
പാകിസ്ഥാൻ തീർച്ചയായും അതിൻ്റെ തെളിവുകൾ നൽകാവുന്നതേ ഉള്ളൂ. അവർ പുരപ്പുറത്ത് കയറി അത് ആഘോഷിക്കും. അത് നമുക്കറിയാമല്ലോ. ഇന്ത്യയുടെ മണ്ണിൽ വെച്ചാണ് വെടിവെച്ചിട്ടത് എങ്കിൽ നമ്മുടെ മാധ്യമ കണ്ണുകൾ, നമ്മുടെ യൂട്യൂബർമാർ, നമ്മുടെ വ്ളോഗർമാർ, ഇവർക്കെല്ലാം ഒപ്പിയെടുക്കാവുന്ന ചിത്രങ്ങളേ ഉള്ളൂ. ജനവാസ മേഖലകളൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ കൃത്യമായ സ്ഥിരീകരണമാണ്. അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ ഒന്നൊന്നായി സൈന്യം അങ്ങനെ ഭാരത സൈന്യത്തിന് നേർക്ക് അത്തരത്തിൽ ഏതെങ്കിലും വലിയൊരു ആക്രമണം ഉണ്ടാവുകയോ അത്തരത്തിൽ വലിയ നാശനഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ആ വാർത്തകളും ചിത്രങ്ങളുമൊക്കെ ദൃശ്യങ്ങളുമൊക്കെ എപ്പോഴേ പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷേ ഇത്ര ദിവസം പിന്നിട്ടിട്ടും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മുൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ രഘുനാഥ് ചൈതന്യയിലേക്ക് കൂടി ഒന്ന് പോകുകയാണ്. ശ്രീ രഘുനാഥ്, ഇന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ രാഹുൽ ചോദിച്ചത് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഒരു വിമാനം പോലും നഷ്ടമായില്ലെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ? ഒരു വെല്ലുവിളിയാണ് പ്രധാനമന്ത്രിക്കെതിരെ ഈ രാജ്യത്തിൻ്റെ സൈനിക കരുത്തിന് നിരക്ക് രാഹുൽ ഉയർത്തിയത്. അതിനുള്ള കൃത്യമായ മറുപടി ഇന്ന് എയർ ചീഫ് മാർഷലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നത്. രാഹുൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സംവിധാനത്തെ നിർവീര്യമാക്കാൻ ഇവിടുത്തെ പൊളിറ്റിക്കൽ നേതൃത്വം സമ്മതിച്ചില്ല. പൈലറ്റുമാരുടെ കൈകൾ കെട്ടിയിടുന്ന അവസ്ഥയെത്തി. അവരെ നിരായുധീകരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്തത്, കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നുള്ള വലിയ ആരോപണം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയുണ്ടായി. അതിന് വളരെ കൃത്യമായ മറുപടി ഉണ്ടായിരിക്കുകയാണ്. ഈ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരികയാണ്. ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് എയർ ചീഫ് മാർഷൽ. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഒരു മുൻ സൈനികൻ എന്ന നിലയിൽ ഈ വെളിപ്പെടുത്തലുകളെ അങ്ങ് കാണുന്നത്? സർ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അങ്ങ് പറയുന്നത് കേൾക്കുന്നില്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ കേൾക്കാം. ബേസിക്കലി ഇതിനെ ഈ വെളിപ്പെടുത്തലുകളെ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് എനിക്കത് പറ്റിക്ക് പറയാൻ പറ്റും. ഇത് എയർ മാർഷൽ AP സിംഗ് രാഹുൽ ഗാന്ധിയുടെ ചേപ്പിട്ടത്ത് കൊടുത്ത ഒരു അടിയാണെന്ന് വേണം പറയാനായിട്ട്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് അതിന് വേണ്ടിയിട്ടല്ല. അദ്ദേഹം അവർ ചെയ്ത ഓപ്പറേഷൻ എത്ര നന്നായിട്ട് ചെയ്തു, എത്ര ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളത് നമ്മളെ ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ, അവിടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, ഏതൊക്കെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, അത് എങ്ങനെ നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരാന്നറിയാം? ഇത് അറിയേണ്ടത് ഏറ്റവും താല്പര്യമുള്ളത് ചൈനയ്ക്കും പാകിസ്ഥാനും അമേരിക്കയ്ക്കും. അമേരിക്കയുടെ എക്യുപ്മെന്റ്സ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്, ചൈനയുടെ എക്യുപ്മെന്റ്സ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ആസ് ഇറ്റ് ഈസ് പാകിസ്ഥാൻ ഈസ് ഇൻ ദ വാർ. അപ്പൊ ഇവർക്കാണ് ഇത് കൃത്യമായിട്ട് അറിയേണ്ടത്. അപ്പൊ ഇന്ത്യയുടെ വാർ സ്ട്രാറ്റജി എന്താണ്, ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, ഓരോ ഇൻസിഡന്റ് കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു വിശകലനം ഉണ്ടാവും. അപ്പോ ഇത് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പൊ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾ പാർലമെന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ച് മറുപടിയായിട്ട് കള്ളത്തരം പറയാൻ പറ്റത്തുമില്ല. നമുക്ക് സത്യസന്ധമായ മറുപടി കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഇതിങ്ങനെ ചോദ്യങ്ങളുടെ മേൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അലൻ പീസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ ഒരു പുസ്തകം ഞാൻ പണ്ടങ്ങ് വായിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആർ ദി ആൻസേഴ്സ് എന്ന്. അതായത് ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസറിന്റെ പുറത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസറിന്റെ പുറത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ, അങ്ങനെ 5 ലെയറായിട്ട് ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏത് ക്രിട്ടിക്കൽ ഇൻഫർമേഷനും നമുക്ക് അനർത്ത് ചെയ്യാൻ പറ്റും, വെളിയിലെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വിമാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ കണക്ക് പറഞ്ഞു, എങ്ങനെ നഷ്ടപ്പെട്ടു, ഏതൊക്കെ നഷ്ടപ്പെട്ടു, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഈ പറഞ്ഞ പോലെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും, കാരണം രാഹുൽ ഗാന്ധിയുടെ ബന്ധങ്ങൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ട്രെയിൻഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയമല്ല പറയുന്നത്. നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ച് നമ്മൾ അറിയുന്ന ചില ഫാക്ടുകൾ വെച്ചിട്ടാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഞങ്ങള് എയർഫോഴ്സിൽ ഞാനുള്ള കാലത്ത് ഞങ്ങളുടെ വർക്ക് ഏരിയയുടെ ഒരു 50 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ അപ്പുറത്തായിരുന്നു വല്ലപ്പോഴും MiG-25 യുദ്ധവിമാനങ്ങൾ. ഒരുപക്ഷെ സേനാപതി വേണു സാറിനൊക്കെ അറിയാമായിരിക്കും. MiG-25 ഇന്ത്യയുടെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങളായിരുന്നു. ഇത് ഏകദേശം 1,00,000 അടി ഉയരത്തിൽ പറന്നിട്ട് രാത്രിയിൽ അങ്ങേറ്റം ക്ലാരിറ്റിയോടുകൂടിയുള്ള ക്യാമറ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാന്റെ മണ്ടയിലും ചൈനയുടെ മണ്ടയിലും എല്ലാം പറന്ന് കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫി എടുത്ത് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഇതൊരു ഹ്യൂജ് യുദ്ധവിമാനമായിരുന്നു MiG-25 എന്ന് പറയുന്നത്.
ഇത് ഒരു 50 മീറ്റർ അല്ലെ 100 മീറ്റർ അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനം രാവിലെ വരും, വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കും, ആരും ഒന്നും ചെയ്യില്ല, അതിന്റെ അടുത്തേക്ക് പോലും പോയില്ല. രാത്രിയാണ് ഇവനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പോലും അതിന്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. കാരണം ഈ 2 ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് മറ്റുള്ള വിമാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ യുദ്ധവിമാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഈ ടെക്നോളജി അറിയുന്ന ആൾക്കാരാണ്. എന്നിട്ട് അതിന്റെ അടുത്തേക്ക് അടുപ്പിക്കില്ലായിരുന്നു. അത്രയും ടോപ്പ് സീക്രട്ട് ആണ് ഇതിനകത്ത് പല മിഷൻസും. ഞാൻ ഇവിടെ എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ 1984 നമ്മുടെ അന്നത്തെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിരാട്, ഇതില് രാജീവ് ഗാന്ധി സകുടുംബം സോണിയാഗാന്ധിനെ ഈ 2 മക്കളെയും കൂട്ടിയിട്ട് കുറച്ച് ഇറ്റാലിയൻ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് INS വിക്രാന്തിൽ 10 ദിവസം ലക്ഷദ്വീപിൽ ചുറ്റിക്കറങ്ങി നടന്നു. ഞാൻ ഈ പറയുന്നത് INS വിക്രാന്ത് എന്ന് പറഞ്ഞാൽ, INS വിരാട് എന്ന് പറഞ്ഞാൽ വിമാനവാഹിനി കപ്പൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും ഇതുപോലെ തന്നെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാധനമാണ്. അതില് വിദേശികളെ പോലും കൊണ്ട് 10 ദിവസം കറങ്ങി നടന്നു എന്നുള്ള ഒരു പാരമ്പര്യമുള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അന്നത്തെ കഥകളൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും വ്യക്തമായ ഉത്തരങ്ങൾ ഇന്നും കിട്ടിയിട്ടില്ല. ആരൊക്കെയായിരുന്നു ഇറ്റാലിയൻസ്, ഇതൊക്കെ ഇപ്പോഴും ദുരൂഹമാണ്, പക്ഷെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ആ കപ്പല് മുഴുവൻ അത്രയും ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ആ വിമാനവാഹിനി കപ്പലിനകത്ത് മുഴുവൻ യഥേഷ്ടം കറങ്ങി നടന്ന് സകല ഇൻഫോർമേഷൻസ് ഇവരെ അതിനകത്തുനിന്ന് ഫോട്ടോ എടുക്കാം. ഒരു പക്ഷേ നമുക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് കാലത്ത് ഇന്ത്യയില് വിമാനത്തിൽ നമ്മൾ പറക്കണ സമയത്ത് എയർബോൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ടിലേക്ക്, ഇന്ത്യയുടെ മേളിൽ ഗ്രൗണ്ടിലേക്ക് ഫോട്ടോ എടുക്കാൻ പോലും അനുവാദം ഇല്ലായിരുന്നു. ഇപ്പൊ ഈ സാറ്റലൈറ്റ് ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷമാണ് ഈ റെസ്ട്രിക്ഷൻസ് മാറിയത്. അപ്പൊ ഈ ഫോട്ടോഗ്രാഫിക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുപോലും ചെയ്തിട്ടുള്ള ആൾക്കാർ 2008 രാഹുൽ ഗാന്ധി ചൈനയിൽ പോയിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമായിട്ടായിരുന്നു ഇദ്ദേഹം. അപ്പൊ ആ ചൈനയുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ പുറത്താണോ, അതിനുശേഷമുള്ള അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണോ ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്? കാരണം ഇത് ഇനി ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കും. ഇതിനകത്തെ പൊളിറ്റിക്കൽ ആംഗിൾ അല്ല ഞാൻ നോക്കുന്നത് രാജ്യസുരക്ഷ ആംഗിൾ മാത്രമാണ്. പൊളിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയെ പ്രതിരോധത്തിലാക്കുക, അത് എന്ത് വേണേ അവർ ചെയ്തോട്ടെ. പക്ഷെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, പാകിസ്ഥാനോ ചൈനയ്ക്കോ അറിയാൻ ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയമാണ്. അതിൽ ഏതൊക്കെ റഫാല് പോയിട്ടുണ്ടോ? കാരണം റഫാൽ എന്ന് പറഞ്ഞാൽ 4.5 ജനറേഷൻ വിമാനമാണ്, 4th ജനറേഷൻ വിമാനമല്ല. 4.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു പരിധി വരെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റഡാർ റിവേഷൻ കേപ്പബിലിറ്റീസ് ഉണ്ട്. അതാണ് അതിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ റഡാറിന് അതിനെ സ്പൂഫ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനമാണ്. ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ നഷ്ടപ്പെട്ടു? അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കാനായിട്ട്, ശത്രുക്കളുടെ അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാനും നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പുറകിലെ ഉദ്ദേശം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് വിട്ടിത്തരമാണ്. പക്ഷെ ഇത് വിട്ടിത്തരമാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. അപ്പോഴാണ് ശ്രീ രഘുനാഥ് വലിയ ചോദ്യം ഉയരുന്നത്. ഈ രാഹുൽ എന്ന് പറയുന്നത് ആരുടെ നാവായി പ്രവർത്തിക്കുന്നു എന്ന വലിയ ചോദ്യം. അതിന് ചില കൃത്യമായ പശ്ചാത്തലം കൂടി അങ്ങ് വിവരിക്കുകയുണ്ടായി. ഞാൻ അങ്ങയിലേക്ക് എത്തണം. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ ജയറാം രമേശിന്റെ ഒരു ട്വീറ്റ് ഇതിനു ശേഷം പുറത്തു വന്നിട്ടുണ്ട്. എയർ ചീഫ് മാർഷലിന്റെ വിശദീകരണത്തിന് ശേഷവും കോൺഗ്രസിന്റെ സംശയങ്ങൾ തീരുന്നില്ല. വളരെ പെട്ടെന്ന് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ഷോക്കിംഗ് ആണ് എന്നാണ് ജയറാം രമേശ് പറയുന്നത്. ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ നിർത്താനുള്ള സമ്മർദ്ദം എവിടെ നിന്നാണ് പ്രധാനമന്ത്രിക്ക് മേൽ വന്നു ചേർന്നത് എന്നുള്ള സംശയം ജയറാം രമേശ് ഉയർത്തുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, എയർ ചീഫ് മാർഷൽ പോലും ഇത്ര വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും കോൺഗ്രസിന്റെ സംശയം തീരുന്നില്ല, രാഹുലിന്റെ സംശയം തീരുന്നില്ല, ജയറാം രമേശിന്റെ സംശയം തീരുന്നില്ല. ജയറാം രമേശ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വക്താവ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിയുടെ സംശയമായിട്ടാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അതിനെ കാണേണ്ടത്. അങ്ങയുടെ പ്രതികരണം? അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ സംശയം തീരില്ല. അവർ ആ കപ്പ് തലയിലും വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് സംശയിച്ച് നടക്കുന്നതല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. കാരണം ആരവരുടെ നേതാവ്? ആ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ, അദ്ദേഹം ഉയർത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ആ ഉയർത്തുന്ന നിരവധി കാര്യങ്ങളൊക്കെ പ്രതലത്തിൽ ഇങ്ങനെ പറത്തുക എന്നല്ലാതെ അദ്ദേഹത്തിനും വേറെ ഉദ്ദേശമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ മഹാരാജ്യത്ത് ഇരുന്നു കൊണ്ട് ഇന്ത്യക്കാരനായിട്ടാണ് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബോധ്യമെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുണ്ടാകുന്നത് നല്ലതാണ്. ഇവരെന്തിനെയാണ് സംശയിക്കുന്നത്? ഇവർക്കറിയേണ്ടത് എന്താണ്? ഇവർക്കറിയേണ്ടത് ഇന്ത്യക്ക് പരാജയം സംഭവിച്ചു, ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നു, ഇന്ത്യയിൽ എത്ര ആൾക്കാർ മരിച്ചു,
ഇന്ത്യക്ക് എന്തെല്ലാം സംഭവിച്ചു, ഇവർക്ക് അന്വേഷിക്കേണ്ടത് അതാണ്. അല്ലാണ്ട് പാകിസ്ഥാൻ്റെ വിമാനം തകർന്നോ, പാകിസ്ഥാനെ ദോഷം ചെയ്തോ, നമ്മുടെ ശത്രു രാജ്യത്തിനെ തകർത്തില്ലേ, ഇത്യാദി കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് അറിയാൻ നേരില്ല. ഇവർക്ക് നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം ദോഷങ്ങൾ സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടും അതിൽ ആഘോഷിക്കുകയുമാണ് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. ആ സംഭവം ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പോലും ഇവരുടെ ട്വിറ്റർ ഹാൻഡിലുകളിലും ഇവരുടെ മറ്റ് പോസ്റ്റലുകളും ഓൺലൈൻ പരിപാടികളിലൊക്കെ ഇവർ കാണിച്ചിരുന്നത് എന്താണ്? പ്രധാനമന്ത്രിയുടെ തലയില്ലാത്ത പടം, അതേപോലെ തന്നെ തീവ്രവാദികൾ പോയതായിട്ട് ഇവർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ, അങ്ങനെ എത്രയെത്ര മോശം. ഇവരുടെ നേതാക്കന്മാരായിട്ടുള്ള കർണാടക നേതാക്കന്മാർ, റോബർട്ട് വദ്ര, അങ്ങനെ നിരവധി നേതാക്കന്മാരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇന്ത്യ മഹാരാജ്യത്തിരുന്നിട്ട് രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി പ്രതിപക്ഷ നേതാവ്, ഇവർ നാഴികയ്ക്ക് 40 വട്ടം പറയുമല്ലോ പ്രതിപക്ഷ നേതാവാണ് ഉന്നയിച്ചത്. അപ്പോൾ ഇവർ പറയുന്ന കൊമ്പുള്ള പ്രതിപക്ഷ നേതാവ് ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യൻ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് പ്രതിപക്ഷ നേതാവായ ആളല്ലേ. അപ്പോൾ അയാൾക്ക് കൂറുണ്ടാവേണ്ടത് ഇന്ത്യക്കാരോടല്ലേ. ആ ഇന്ത്യക്കാരോട് കൂറുണ്ടാവേണ്ട വ്യക്തി ഇന്ത്യ മഹാരാജ്യത്തിന് ദോഷം ഉണ്ടാക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും വിട്ടുകൊണ്ടേയിരിക്കും. കുറച്ച് നാൾ മുന്നേ പറഞ്ഞു ഡെഡ് എക്കോണമിയാണ്. അത് ട്രംപ് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് ദോഷകരമായിട്ടൊരു സാമ്പത്തിക നയം കൊണ്ടുവന്ന സമയത്ത് ശക്തമായിട്ട് ഇന്ത്യ അതിനെ തിരിച്ചടിക്കുകയും ഇന്ത്യ അതിന് വേണ്ടത് മറുപടി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്താ പറഞ്ഞത്? അത് അത് ഡെഡ് എക്കോണമിയാണ്. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിനെതിരായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ വിടുക, ഇത് ഇവരുടെ ഒരു ബുദ്ധിപരമായ നീക്കമാണ്. ഇതിൻ്റെ പിന്നിലൊരു ആഗോള ശക്തിയുണ്ട്. നമ്മളത് പറയുന്ന സമയത്ത് അതിനെ എതിർത്തത് കൊണ്ടോ പ്രയാസപ്പെടുത്തി സേനാധിപതി വേണുവിനെ പോലെയുള്ള ഒരു രാജ്യസ്നേഹിയായ കോൺഗ്രസ്സുകാർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങളത് അംഗീകരിക്കണം. നിങ്ങളുടെ നേതാവായിട്ടുള്ള രാഹുലെ പറയുന്ന വിഡ്ഢിത്തരങ്ങളാണ് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിലും ആ വിഡ്ഢിത്തരങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയപ്പെടുന്നത്. എന്നാൽ സൊസൈറ്റിക്കകത്ത് ഒരു അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, പ്രതലത്തിൽ ഇങ്ങനെ അടിച്ചു വിടുക. ആ അടിച്ചു വിടുന്നതിന് തെളിവൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഇടയ്ക്കിടയ്ക്ക് ഭരണഘടന നെഞ്ചോട് ചേർത്ത് പിടിക്കും. ആ ഭരണഘടന പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അദ്ദേഹം വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഭരണഘടന ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ആഗോള ശക്തിയുടെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള ഗൂഢാലോചന. ഉക്രൈനിൽ എങ്ങനെയാണോ ഇവർ നടത്തിയിട്ടുള്ള ഒരു സമരം ഉണ്ടായത്, ഉക്രൈൻ യുദ്ധം നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അതിന് അതേപോലെ തന്നെ ശ്രീലങ്കയിൽ എങ്ങനെയാണ് ജനാധിപത്യത്തിൽ ഇവർ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പരാജയപ്പെടുന്നു, ഇവർ കാലങ്ങളോളമായി പരാജയപ്പെടുന്നു, സർക്കാരിനെ വീഴ്ത്താൻ സാധിക്കില്ല എന്ന് പറയപ്പെടുന്ന സമയത്ത് ബാഹ്യശക്തികളുടെ ഇടപെടലോടുകൂടി തന്നെ ഇവർ ജനങ്ങളെ കാണിച്ചുകൊണ്ട് അതൊരു പൂർണ്ണമായിട്ട് പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്ന ശ്രമം. ബംഗ്ലാദേശിലെ ടോട്ടൽ പോൾഡ് വോട്ടിൻ്റെ 75% കിട്ടിയിട്ടുള്ള ആ സർക്കാരിനെ ഇവർ വീഴ്ത്തിയിട്ടുള്ള ശൈലി അറിയാം. അതേപോലെ തന്നെ ശ്രീലങ്കയിൽ, അതേപോലെ തന്നെ ഉക്രൈനുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. യുദ്ധങ്ങളൊക്കെ അതിൻ്റെ തെളിവുകളാണ്. ഈ തെളിവുകളൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ ഒരു ആഗോള ഗൂഢാലോചനയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത സംവിധാനത്തെ അവർ സമൂഹത്തിന് മുമ്പിൽ ഒരു അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ വലിയ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആ പുകമറയിലൂടെ ഇവരെ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ശക്തി ക്രിയേറ്റ് ചെയ്ത സർക്കാരിനെ വീഴ്ത്താൻ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ ആഗോള തന്ത്രം ഇതിൻ്റെ പുറകിലുണ്ട്. അതിൻ്റെ വാക്കായി രാഹുൽ എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് മാറുന്നു. എനിക്ക് ആ പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ പോലും മറക്കുകയാണ്. കാരണം ഇതുപോലെ കാണിക്കുന്ന നിലപാടുകൾ ഓരോന്നായിട്ട് എടുക്കാം. ഈ സുപ്രീം കോടതിയിൽ നിന്ന് എന്തിനാണ് കുറച്ച് നാൾ മുന്നേ ഒരു കമൻറ്റ് കിട്ടിയത്? എന്തടിസ്ഥാനത്തിലായിരുന്നു? ചൈന ഭാരത് ജോഡോ യാത്രയിൽ ചൈന നമ്മുടെ സ്ഥലം എടുത്തു വെച്ച് കലക്കണിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഏത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നിങ്ങൾ ഭാരതത്തിലല്ലേ ഉള്ളത്, നിങ്ങൾ ഏത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അപ്പോൾ ഇയാൾക്ക് മറുപടി അതിനകത്ത് അവിടെ ഉണ്ടാവില്ല. ഇയാൾ ഈ പുറമേയുള്ള മൈക്കുകളിലാണ് ഈ അലക്കുകൾ മുഴുവൻ നടക്കുക. പിന്നെ അദ്ദേഹം അതേപോലെ തന്നെ ഉന്നയിച്ചൊരു വിഷയമായിരുന്നു, ബഹുമാനായിട്ടുള്ള ശ്രീ രാജ്നാഥ് സിംഗ് കൃത്യമായിട്ട് തന്നെ പാർലമെൻറ്റിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിന് മറുപടി കൊടുത്തു. എന്താണെന്നറിയാമോ? നമ്മുടെ ഒരു മണ്ണും ഒരു ചൈനയും പിടിച്ചെടുത്തിട്ടില്ല. അവിടെ കൃത്യമായിട്ടൊരു ട്രീറ്റി ഉണ്ട്. ആ ട്രീറ്റി അനുസരിച്ച് അവിടെ ആയുധങ്ങൾ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സൈനികർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലവും നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഇവരുടെ ആൾക്കാർ പാർലമെൻറ്റിൽ ചോദിച്ചതല്ല കേട്ടോ. BJPയുടെ അംഗം പാർലമെൻറ്റ് നക്ഷത്ര ചിഹ്നം ഇട്ട് ചോദിച്ചതിന് ഇവിടുത്തെ രാജ്നാഥ് സിംഗ് മന്ത്രി കൃത്യമായിട്ട് മറുപടി കൊടുത്തതാണ്. അപ്പോൾ ഇവരവിടെ ആ വിഷയം ഉന്നയിക്കില്ല. ഇവർ പുറത്ത് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഈ രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി പുകമറ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. ഇതിനു മുന്നേ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നേ. ആ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി ഭരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. നമ്മുടെ സ്ഥലം നഷ്ടപ്പെട്ട
വരാം ഇടപെടണ്ട. നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ നമുക്ക് നഷ്ടപ്പെട്ട POK നമുക്ക് നഷ്ടപ്പെട്ടത് ആരുടെ കാലഘട്ടത്തിലാണ്? 93,000 വരുന്ന പാകിസ്ഥാൻ്റെ ആളുകൾ ഇവിടെ പിടിച്ചു വെച്ചിട്ട് സ്ഥലമൊക്കെ തിരിച്ചു കൊടുത്താൽ 93,000 പേര് തിരിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരെ തിരിച്ചു മേടിക്കാനുള്ള പ്രാപ്തി ഇന്നരയ്ക്ക് ഉണ്ടായിട്ടില്ലല്ലോ ശിവലാ കരാർ ഒപ്പിട്ട അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ പൂർവികർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ഈ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. ഇപ്പോഴും രാഹുലിന് സംശയം തീർന്നിട്ടില്ല. രാഹുലിൻ്റെ സംശയം എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് പൊതുസമൂഹത്തിന് മുൻപ് വിളിച്ചു പറയാനുള്ള വെമ്പലായിട്ടാണ് എനിക്ക് സംശയമായിട്ട് അത് തോന്നുന്നത്. പിന്നെ ഇവർ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്നതാണ് ഇവർക്ക് വേദവാക്യം. ഇപ്പോൾ സേനാപതി വീട് കലക്ക് കണ്ടില്ലേ? UN ആൾ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വേദവാക്യം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയോ ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോ ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രിയോ ഭാരതത്തിൻ്റെ ആർമി ഓഫീസർമാരോ ഭാരതത്തിൻ്റെ സൈനിക ഓഫീസർമാരോ പറയുന്നത് ഇവർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നേ. ഇവർക്കപ്പോഴും മറ്റവർ പറയുന്നത് കേൾക്കുക, അതനുസരിച്ച് ഇവിടെ താളം കൂട്ടുക, അതനുസരിച്ച് ഇവിടെ യുദ്ധം വെട്ടുക. ഇപ്പോൾ അതേ വോട്ട് ചേർത്തുമായി ബന്ധപ്പെട്ട് ഇവരുടെ വലിയ വിവാദമായിരുന്നല്ലോ. ഞാൻ ആ വിഷയം അതല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യപ്പെടേണ്ടി. രാഹുൽ ഗാന്ധിയുടെ വിഡ്ഢിത്തരങ്ങളുടെ വേഷമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവർ വലിയ ചാനലുകാരും ചർച്ചക്കാരും കൊണ്ടുപോയല്ലോ. അവസാനം ഒരു റൂമിൽ വോട്ട് ചേർത്തു എന്ന് പറയപ്പെടുന്നതിൻ്റെ ഓണർ വന്നല്ലോ. അവൻ വളരെ വൃത്തിയും വെടുപ്പായിട്ട് നാഷണൽ ചാനലിനോട് പറഞ്ഞല്ലോ, ഞാൻ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. അത് പറഞ്ഞില്ലേ? ഇവരുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ അങ്ങനെ ഇവർക്ക് കൃത്രിമം നടന്നിട്ടുണ്ട് എങ്കിൽ അവിടെ BLA ഇവരാരായിരുന്നു? ഇവരുടെ കോൺഗ്രസ്സുകാർക്ക് എന്നിട്ട് പണി പാട്ടവർക്കം പോയിക്കായിരുന്നു. ഇവരവിടെ കരട് പ്രഖ്യാപിക്കുമ്പോഴും നിയമവും വ്യവസ്ഥയും അനുസരിച്ച് അതിൻ്റെ എത്ര ദിവസത്തിനുള്ള പരാതി പറയാൻ സമയമുള്ളപ്പോഴും ആ പരാതികൾ വളരെ കൃത്യമായി കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട സമയത്തൊക്കെ ഇവരും തൊട്ട് അവിടെ കാണിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് LED വാളും വെച്ചിട്ട് പുറത്ത് മൈക്ക് വെച്ചിട്ട് കലക്കലയാൾ ഇയാൾ എന്താണ് പറയുന്നത്? ഞാൻ സത്യവാങ്മൂലം കൊടുക്കില്ല. ആരോടെ പറയണ? ഇലക്ഷൻ കമ്മീഷനോട്. എന്താ സത്യവാങ്മൂലം കൊടുത്താൽ കുഴപ്പം? ഞാൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ്. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് കോഡ് ഓഫ് കണ്ടക്റ്റിൽ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ഒത്തെടുത്തിട്ടുള്ള ഒരു മെമ്പർക്ക് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു കാര്യത്തിനകത്ത് പരാതിയോ സത്യവാങ്മൂലമോ കൊടുക്കാൻ പാടില്ല എന്ന് ഇയാളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന്. കോടതിയിനകത്ത് നമ്മൾ ഹൈക്കോടതിയിലൊരു കാര്യം നടക്കുമ്പോൾ സേനാപതി വേണു ഞാൻ ചോദിച്ചോട്ടെ, ഹൈക്കോടതിയിൽ നമുക്കൊരു ആവശ്യം ഒരു റിലീഫ് വേണം. നമ്മളവിടേക്ക് കടലാസിൽ ഞാൻ ജനാധിപത്യത്തിൽ ജയിച്ചു വന്നിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ നേതാവാണെന്ന് പറഞ്ഞിട്ട് ലെറ്റർ പേഡിൽ അയച്ചു കൊടുത്താൽ മതി. ഇല്ലല്ലോ, റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങളിങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ പോകുന്നില്ല? എന്തുകൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ട ഇലക്ഷൻ കമ്മീഷന് മുമ്പിലേക്ക് നിങ്ങൾ പോകുന്നില്ല? നിങ്ങൾ LED വോൾ വെച്ചിട്ട് മയക്കും വെച്ചിട്ട് നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ തന്നെയല്ലേ നടത്തിയ പ്രശ്നം എന്ന് പറയപ്പെടുന്നത്? അപ്പോൾ ആ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ പരിപൂർണമായി പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയം അത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ കൃത്യമായി തന്നെ ഭാരതം രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇടപെടലുകൾ കൃത്യമായി ഉണ്ടായിട്ടുണ്ട് എന്ന് ഓഫീസർ പറഞ്ഞില്ലേ? എന്താണ് സൈനിക ഓഫീസർ പറഞ്ഞത്? അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള സപ്പോർട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മേൽ ഒരു കൈയും ആരും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ആ ഹീറോ ഇല്ലേ, 3-ാം തവണയും തോറ്റു തുന്നം പാടിയ ആ പ്രതിപക്ഷത്തിരിക്കുന്ന ഹീറോ, അവൻ എന്താ പറഞ്ഞത്? കൈ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. പൈലറ്റുമാരുടെയും ഇവരുടെയൊക്കെ കൈ കെട്ടി, സൈനികരുടെ കൈ കെട്ടി എന്നൊക്കെയല്ലോ അവൻ പറഞ്ഞ് കലക്കയറുന്നത്. ആരെങ്കിലും ഓഫീസർമാരെന്താ കൃത്യമായിട്ട് പറഞ്ഞില്ലേ മേധാവികൾ? അപ്പോൾ നിങ്ങൾക്ക് എന്താ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്? അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ സ്നേഹിച്ച് ഭാരതത്തിലെ ജനമായി ഭാരതത്തിൻ്റെ ഭാരതീയനായി ഈ പൊതുസമൂഹത്തിനോട് സംസാരിക്കാൻ പഠിക്കുക. ഇതെങ്ങനെയെങ്കിലും തോറ്റു എന്ന് ജനങ്ങളോട് പറയാനും ഞങ്ങൾ ചൂവും ജയിലുള്ളവരല്ല എന്ന് അന്യ രാജ്യക്കാരോട് സംസാരിക്കാനും വെമ്പൽ കൊള്ളുന്നത് ഏത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ്? അവിടെയാണ് രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ഓരോ പ്രവൃത്തിയും നമ്മൾ പരിശോധിച്ചാൽ ഇതേപോലെ തന്നെ ഗീർവാണങ്ങൾ വിടുന്ന ഒരു എന്താ പറയുക, ഒരു കഴിവും പ്രാപ്തിയും ഒപ്പം തന്നെ ഒരു വിശ്വാസവും ഇല്ലാത്ത, ഈ 3 ഗണങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിയായി പോയി കോൺഗ്രസിനെ നയിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് ഉപ്പുകലം വെച്ച ജാതി ഒന്നിനും കൊള്ളാതെ 3-ാം തവണ നിങ്ങൾ പുറത്തിരിക്കുന്നത്. നിങ്ങളെ സമൂഹം അംഗീകരിക്കുന്നില്ല, നിങ്ങളെ സമൂഹം പരിപൂർണമായി വിശ്വാസത്തിലെടുക്കുന്നില്ല. നിങ്ങൾ പറയുന്ന നുണക്കഥകൾ, നിങ്ങൾ ഉണ്ടാക്കുന്ന നറേറ്റീവുകൾ, നിങ്ങൾ പടച്ചുവിടുന്ന തട്ടിപ്പുകൾ, അതൊക്കെ നിങ്ങളുടെ അജണ്ട പ്രകാരം പ്രവർത്തിക്കുന്ന ചില മലയാള മാധ്യമങ്ങളുണ്ട്. അവർ ഈ അഭ്യാസം കൊണ്ട് നടക്കുന്നുണ്ട്. അവരുടെ മയക്കും കൊണ്ട് ചെന്ന സമയത്ത് കൃത്യമായി പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ ആളാണെന്ന്. അപ്പം എന്താ മിണ്ടാട്ടം മുട്ടിയത്? അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ തൃശ്ശൂർ, ഞാനിരിക്കുന്ന തൃശ്ശൂരിനകത്ത് CPIയുടെ ഒരു വ്യക്തി പറയണം, സുരേഷ് ഗോപി ജയിച്ചതിൽ വോട്ടിലെന്ത് സംഭവമുണ്ട്. എന്താ പറയണേ, 7 MLA മാർ അവരുടെയാണ്, അതിൽ 3 CPIക്കാരാണ്. എന്നിട്ട് കലക്കാണ് അതിൽ പരാതി ഉണ്ട്.
എന്ത് പരാതി? ഇവരെവിടെയായിരുന്നു കരട് പ്രഖ്യാപിക്കുമ്പോഴും അതിൻ്റെ അസല് പുറത്തു വിടുമ്പോഴും അതിലൊന്നും പരാതിയും പൗതവും ഇല്ലാതെ ഇവരുടെ BLOമാർ CPM ഭരിക്കുന്ന സ്ഥലത്ത് വെച്ച് കലക്കുകയാണ് സുനിൽകുമാർ. ഓനാച്ചിങ്ങ തോറ്റതിൻ്റെ ചിത്തഭ്രമം ഇപ്പോഴും മാറിയിട്ടില്ല, അതിൻ്റെ പ്രാന്തിലിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് രാജ്യത്തിലൊരു ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയപ്പെടുന്ന ഒരിക്കലും ഗുണം പിടിക്കാത്തൊരു ബ്ലോക്കിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ തകർന്നു എന്നും ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചില്ല എന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ വേണ്ട കൈകാര്യം ചെയ്തില്ല എന്നും ജനങ്ങളോട് പറഞ്ഞ് പരുത്തിട്ട് അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മുന്നിൽ നയിക്കുന്ന തട്ടിപ്പ് രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി അദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഒറ്റ കാര്യം പറയുള്ളൂ. ഞങ്ങൾക്ക് ജനങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഞങ്ങൾക്ക് ജനങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ജനങ്ങളോട് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ആ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായി പ്രധാനമന്ത്രി ബോധ്യപ്പെടുത്തേണ്ടത് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി ബോധ്യപ്പെടുത്തേണ്ടത് ആഭ്യന്തരമന്ത്രി, അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി ബോധ്യപ്പെടുത്തേണ്ടത് പ്രതിരോധ മന്ത്രി, അതേപോലെ തന്നെ കരനാവിക സേനാ മേധാവികൾ പ്രതികരിക്കേണ്ടത് അവർ കൃത്യമായി പ്രതികരിച്ചോളും. നിങ്ങളുടെ ആൾക്ക് അതൊന്നും ഉൾക്കൊള്ളാനും അതൊന്നും സഹിക്കാനും പറ്റുന്നില്ലെങ്കിൽ വേറൊരു മാർഗവുമില്ല. ഒന്നെങ്കിൽ ഓനെ പിടിച്ച് വേറെ വല്ല സംവിധാനത്തിലേക്ക് മാറ്റിയ പ്രാപ്തി കഴിവുള്ള ആളെ പ്രതിപക്ഷ നേതാവാക്കുക, അല്ലെങ്കിൽ അയാൾ പറയുന്ന പൊട്ടത്തരത്തിന് സേനാപതി വീണ് പോലെയുള്ള രാജ്യസ്നേഹികൾ പ്രതിസന്ധിയിലാവുമെന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. രാജ്യം വളരെ സേഫാണ്, രാജ്യം വേണ്ട ഇടപെടലുകൾ നടത്തും. കാരണം നല്ല നട്ടലും പ്രാപ്തിയുള്ള സർക്കാരാണ് രാജ്യത്തുള്ളത്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല. വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട ശൈലിയിൽ ഇടപെടാൻ അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇപ്പോൾ ഉല്ലാസ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കാര്യങ്ങൾക്കൊന്നും കൊള്ളില്ലെങ്കിൽ അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും ജോലിക്ക് വിടൂ എന്ന് BJPയുടെ പ്രതിനിധി പറയുകയുണ്ടായി. നോക്കൂ, 2012 മുതൽ ഏകദേശം 80 തെരഞ്ഞെടുപ്പുകളിൽ എങ്കിലും പരാജയപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹം നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി. അദ്ദേഹം ഒരു വശത്ത് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുകയാണ്, മറുവശത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളായ സൈന്യത്തെയും ജുഡീഷ്യറിയെയും എല്ലാം രാജ്യത്തിന് എന്തെല്ലാം ഉണ്ടോ, രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയെല്ലാം അപഹസിക്കുക, അതിനെ വിമർശിക്കുക എന്നത് രാഹുലിൻ്റെ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയരുന്നത്. ഈ എയർ ചീഫ് മാർഷലിൻ്റെ പ്രസ്താവന വന്നതിന് ശേഷവും അത്തരം ആരോപണങ്ങളിൽ നിന്ന് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നേയില്ല. ജയറാം രമേശിന്റെ ഏറ്റവും ഒടുവിൽ വന്ന എക്സ്പോസ്റ്റ് സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഈ കോൺഗ്രസിന് എന്താണ് ഇത്ര വലിയ സംശയം ഇക്കാര്യത്തിലൊക്കെ? നീലിമ, ഉല്ലാസ് ബാബു സംസാരിച്ചപ്പോഴൊന്നും നീലിമ ഇടപെട്ടില്ല. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴും ഇടപെടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉല്ലാസ് ബാബുവിനോട് പറയുന്നത്, ഉല്ലാസ് ബാബുവിന്റെ ഒരു അംഗീകാരവും അദ്ദേഹത്തിന് നാണക്കേടായിട്ട് തോന്നുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. ഞാൻ ഉല്ലാസ് ബാബുവിനോട് പറയുന്നു, ഉല്ലാസ് ബാബുവിന്റെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജയിച്ചതിനേക്കാൾ 3 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന് സംശയമുണ്ടോ അക്കാര്യത്തിൽ? 10 കൊല്ലത്തെ ഭരണം കഴിഞ്ഞപ്പോൾ 5.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം 1.25 ലക്ഷത്തിലേക്ക് പോന്നതും ആദ്യത്തെ 1.5 മണിക്കൂറിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് രംഗത്ത് 16,000 വരെ വോട്ടിന്റെ പിന്നിൽ പോയതും ഉല്ലാസ് ബാബു അറിഞ്ഞിട്ടും നടിക്കാത്തതാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രി നിങ്ങളുടെ നേതാവിനേക്കാൾ 3 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. നമ്പർ 1. ഇനി നമ്പർ 2, അങ്ങ് ചോദിച്ചു POK എന്തേ പിടിക്കാത്തത് ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന്? ഞങ്ങൾ ചോദിക്കുന്നതേ, ഇപ്പൊ നിങ്ങളല്ലേ ഭരിക്കുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ അവിടെ പറഞ്ഞല്ലോ, പാർലമെന്റിൽ പ്രസംഗിച്ചല്ലോ, പാകിസ്ഥാൻ ഓടി ഞങ്ങളുടെ അടുത്ത് വന്ന് ശരണം പ്രാപിക്കുകയാണ് ചെയ്തത്. POK പിടിച്ചിട്ട് നിങ്ങൾക്ക് യുദ്ധം നിർത്തിയാൽ പോരായിരുന്നു? എന്തായിരുന്നു യുദ്ധത്തിന് തടസ്സം? ഇനി നിങ്ങൾ ചോദിക്കുന്നു POKയിൽ നമ്മുടെ സൈനികരെ വിട്ടിട്ട് എന്റെ മറ്റേ സൈനികരെ? ഞാൻ ഉല്ലാസ് ബാബു സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഞാൻ ഉല്ലാസ് ബാബു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ ക്ഷമയോടുകൂടി കേട്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, 71 യുദ്ധത്തിൽ ഞങ്ങൾ പിടിച്ചില്ല, 77 നിങ്ങളും കൂടി ഉൾപ്പെട്ട വാജ്പേയി വിദേശകാര്യ മന്ത്രിയായിരുന്ന ഒരു മന്ത്രിസഭയാണല്ലോ അധികാരത്തിൽ വന്നത്. നിങ്ങൾക്ക് എന്തേ പാകിസ്ഥാനിൽ ഞങ്ങളുടെ കുറച്ച് സൈനികരുണ്ട്, അവരെ യുദ്ധ തടവുകാരായിട്ട് പിടിച്ചിരിക്കുന്നു, അവിടെ വിട്ടുകിട്ടണമെന്ന് എന്തേ ആവശ്യപ്പെടാത്തത്? യുദ്ധം നിർത്തുമ്പോ ഉല്ലാസ് ബാബു അങ്ങ് അറിയണം, ബീയിങ് എ സോൾജിയർ, അൻ എക്സ് സോൾജിയർ, ഞാൻ പറയുന്നു യുദ്ധം നിർത്തുന്ന സമയത്ത് ഈ 53 സൈനികരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇറ്റ് വാസ് മിസ്സിംഗ് സോൾജിയേഴ്സ്. അവർ യുദ്ധത്തടവുകാരെ പിടിച്ചു എന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നമ്മുടെ പിടിച്ച 1000-ഓളം സൈനികരാണ്. അതാണ് യുദ്ധത്തടവുകാരുടെ ലിസ്റ്റിലുള്ളത്. ആ ലിസ്റ്റിൽ ഇപ്പോൾ പിന്നീട് വന്ന 50 പേര് ആ ഉണ്ട് എന്ന് പറയുന്നപ്പോഴാ സുൽഫിക്കർ അലി ഭൂട്ടോയെ
പെഷാവാറിലെ ഒരു ജയിലിൽ അടയ്ക്കുമ്പോൾ അദ്ദേഹമാണ് ജയിൽ മുറിയിൽ അപ്പുറത്ത് നിന്ന് വലിയ അലർച്ചയും എന്താ പറഞ്ഞ ഭീകരമായ നിലവിളികളും കേൾക്കുന്നു. അത് തടവിലാക്കപ്പെട്ട ഇന്ത്യൻ സൈനികരുടേതാണ് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് അദ്ദേഹമാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പോഴാണ് നമ്മൾക്ക് അറിയുന്നത് യുദ്ധ തടവുകാർ അവിടെ ഉണ്ട് എന്നുള്ള വിവരം. അതിനു മുമ്പ് ഈ തടവുകാരെ സംബന്ധിച്ചുള്ള വിവരം അവരുടെ കുടുംബങ്ങൾക്ക് കൊടുത്തത്. പക്ഷേ പാകിസ്ഥാന്റെ കാര്യത്തിൽ 93,000 സൈനികർ ഇവിടെ ഉണ്ട്, ഭാരതത്തിലുണ്ട് എന്നുള്ള കാര്യം പാകിസ്ഥാന് വളരെ കൃത്യമായി അറിയായിരുന്നു. അവർ 93,000 സൈനികരെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അപ്പോഴും നമ്മുടെ സൈനികർ പാകിസ്ഥാനിലുണ്ട്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഒരു തരത്തിലും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് അന്നത്തെ ചില സത്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങളിലൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. സേനാപതി കേൾക്കൂ 93,000 സൈനികരെ നമ്മൾ വിട്ടുകിട്ടുമ്പോൾ പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ കയ്യിലുള്ള ഇന്ത്യയുടെ എന്താ പറഞ്ഞ 1000-ഓളം സൈനികർ അവർ ബന്ദികളാക്കിയത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധ തടവുകാരെയാണ് വിട്ടയച്ചത്. അന്ന് ഈ മിസ്സിംഗ് സൈനികരെ കുറിച്ചുള്ള വിവരങ്ങളില്ല. അതൊക്കെ പിന്നീട് വരുന്ന വിവരങ്ങളാണ്. നമ്മൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ, ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് പറയരുത്. അങ്ങനെ ഇന്ത്യയിലെ സൈനികർ അവിടെ ഉണ്ട് എങ്കിൽ ഈ സൈനികരെ വിട്ടുകൊടുക്കും. ഇനി വേറൊന്ന്, 93,000 സൈനികരെ എന്തുകൊണ്ട് വിട്ടുകൊടുത്തു എന്നുള്ള ചോദ്യം. ഈ 93,000 സൈനികരെ പോറ്റിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് ആ പട്ടിണി ഈ യുദ്ധത്തിന് അനന്തര ശേഷം കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമോ? അത് തന്നെയല്ല, ഇന്ത്യ ഒരു ജനാധിപത്യ കറാച്ചി വരെ നമ്മൾ എത്തുന്നുണ്ട്. നമ്മുടെ സൈനിക നീക്കം അവിടെ വരെ എത്തുന്നുണ്ട്. അവിടെ വരെ പിടിച്ചടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതെല്ലാം വിട്ടുകൊടുത്തിട്ട് തിരിച്ചു പോരൂ എന്ന് ഭാരതത്തിന്റെ സൈനികരോട് ആഹ്വാനം ചെയ്ത ഒരു കാലമുണ്ട് നമ്മുടെ മുന്നിൽ. അല്ല, ഞാൻ ചോദിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഈ കഴിഞ്ഞ ദിവസവും പാർലമെന്റിൽ പറഞ്ഞല്ലോ, നമ്മുടെ സൈന്യം ഇരച്ചു കയറി പാകിസ്ഥാൻ ഇതാ ഞങ്ങള് തീരാൻ പോകുന്നെന്നും പറഞ്ഞ് അവര് ഇന്ത്യയുടെ മുമ്പിൽ ശരണം നേടിയെന്ന്. എന്നാ പിന്നെ യുദ്ധം അങ്ങ് നീട്ടിവെച്ച് പാകിസ്ഥാൻ മുഴുവൻ ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു? ഒരു സെക്കൻഡ് ഞാൻ അങ്ങയിലേക്ക് വരാം. നീലിമ അങ്ങനെ ഇടപെടുവാണെങ്കിൽ അല്ല, രഘുനാഥ് ചൈതന്യ ഇവിടെ പറഞ്ഞത് മുഴുവൻ സൈനികൻ എന്ന നിലയിലല്ല, നല്ല ഒന്നാന്തരം BJP സൈനികനായി തന്നെ സംസാരിക്കട്ടെ. ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഇവിടെ എന്ത് നടന്നു, ആരുടെ താല്പര്യമാണ് ഇവിടുത്തെ ഭരണാധികാരികൾ സംരക്ഷിച്ചത് എന്ന് ഒരു മുൻ സൈനികനല്ലേ അദ്ദേഹം ഒന്ന് പറയട്ടെ. ഒരു മിനിറ്റ് ശ്രീ രഘുനാഥ് ചൈതന്യ. ഞാൻ പറയുന്നത് കേട്ടിട്ട് മതിയല്ലോ. അദ്ദേഹം പറഞ്ഞപ്പോഴൊന്നും ഞാൻ വിട്ടു. 1986 രാജീവ് ഗാന്ധി വാങ്ങിയ ബൊഫേഴ്സ് തോക്ക്, ആ തോക്കാണ് 1999 യുദ്ധത്തിൽ പാകിസ്ഥാൻകാരൻ കാർഗിൽ മലനിരകൾ പിടിച്ചപ്പോ ആ പീരങ്കികൾ ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ അവിടെ നിന്ന് എത്താൻ പറ്റത്തില്ല. ജോഗീന്ദർ സിംഗിന്റെ കഥ ഇപ്പോഴും 17 വെടി ശരീരത്തേറ്റ ജോഗീന്ദർ സിംഗ് ഇപ്പോഴും പറയുന്നു. അദ്ദേഹം പറയുന്നു താഴെ നിന്ന് ബോഫോഴ്സ് ഗണ്ണിന്റെ ഫയറിങ് അത് രാജീവ് ഗാന്ധി മേടിച്ചതേ. പിന്നെ രാജീവ് ഗാന്ധി പത്നി സമേതം എന്താ പറഞ്ഞ INS യാത്ര ചെയ്തു, വിരാടിൽ യാത്ര ചെയ്തു. ശ്രീ രഘുനാഥെ, ഒന്ന് നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യയുടെ ഏത് പ്രധാനമന്ത്രിയാ പോകാത്തത്? ഇനിയിപ്പം ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഭാര്യാസമേതനായിട്ട് പോകാൻ പറ്റത്തില്ല. അദ്ദേഹം ആ കുടുംബം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം പോകും. അതൊക്കെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പോകും. നിങ്ങളെ രാജീവ് ഗാന്ധിക്ക് പോകാം INS വിക്രാന്തിൽ, വിദേശികളെയും കൂട്ടി 10 ദിവസം അവിടെ തമ്പടിച്ചുകൊണ്ട് അത്തരത്തിൽ വിനോദത്തിലൊക്കെ ഏർപ്പെടാം. ശ്രീ രഘുനാഥ് ചൈതന്യ, അങ്ങേക്കൊന്ന് ഈ വിഷയത്തിൽ ഇടപെടാം എന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഞാൻ അങ്ങയിലേക്ക് തന്നെയാണ് വരുന്നത്. ശ്രീ രഘുനാഥ് ചൈതന്യ, താങ്കളുടെ ചോദ്യം എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് മിസ്സായി പോയെന്നൊന്ന് പറയാം. ഞാൻ വെള്ളം വെച്ചില്ല കേട്ടോ, ഞാൻ എന്നെ ഇന്റർഫിയർ ചെയ്തപ്പോൾ. ശ്രീ രഘുനാഥ് ചൈതന്യ, 93,000 സൈനികരെ പാകിസ്ഥാന് കൈമാറിയ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരത സൈന്യം കീഴടക്കി മുന്നേറുമ്പോൾ അതെല്ലാം അവിടെ ഇട്ടേച്ചു പോരൂ എന്ന് ആഹ്വാനം ചെയ്ത ഭരണാധികാരികൾ നമുക്കുണ്ടായിരുന്നു. അതുകൂടി ഈ ഘട്ടത്തിൽ ഒന്ന് ചേർത്ത് വായിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. 1971 യുദ്ധത്തിന്റെ അന്ന് ഞാൻ ഫോഴ്സിലില്ല, ഇനിയും സേനാപതി വേണു ഫോഴ്സിലുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന്റെ വളരെ വിഖ്യാതമായ മറ്റൊരു സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ടായിരുന്നു. അതായത് അന്ന് യുദ്ധം നിർത്താനായിട്ട് ഇന്ദിരാഗാന്ധി ആജ്ഞാപിച്ചു കഴിഞ്ഞപ്പോ 2 കാര്യങ്ങൾ ഇവിടെ ഒരുപാട് പുതിയ തലമുറയെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് ഒരു മിസ്ഇൻഫർമേഷൻ ആണ്. അതായത് അന്ന് യുദ്ധം നിർത്താനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങ് ഇസ്ലാമാബാദും എല്ലാം ക്രോസ് ചെയ്ത് ഇന്ത്യൻ ആർമി അതുപോലെ മുന്നോട്ട്
പോയി കഴിഞ്ഞപ്പോ അന്ന് ആർമി ചീഫ് പറഞ്ഞ് എനിക്ക് ഒരു ദിവസം കൂടെ തരാമോ എന്ന് ചോദിച്ചതാണ്. ഒറ്റ ദിവസം കൂടെ പാകിസ്ഥാൻ മുഴുവൻ പിടിച്ചടക്കാമെന്ന് പറഞ്ഞാണ്, കൊടുത്തില്ല. രണ്ടാമതൊരു നുണക്കഥ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞപ്പോ ഇന്ദിരാഗാന്ധി അതിനെ ചൂണ്ടി നിർത്തി എന്ന് പറയുന്നുണ്ട്. അത് ശുദ്ധ കള്ളത്തരമാണ്. കാരണം അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ പത്രം വായിക്കുന്ന പ്രായമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. റഷ്യയുടെ അന്തർവാഹിനികൾ അവരിവിടെ ധാരാളമായിട്ട് വിന്യസിച്ചിട്ട്, അന്ന് സോവിയറ്റ് യൂണിയനാണ്, സോവിയറ്റ് യൂണിയൻ ഇടപെട്ടിട്ട് അന്ന് നിക്സന്റെ അടുത്ത് പറഞ്ഞു, ഇനി അത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയുടെ തീരത്തെത്തുന്നതിന് മുമ്പേ നിങ്ങളുടെ 7ാം കപ്പൽപ്പടയെ ഞങ്ങൾ തകർത്ത് കളയെന്ന് പറഞ്ഞിട്ടാണ് അവർ പിൻവാങ്ങിയത്. ഇത് നമ്മൾ തമ്മിലുള്ള യുദ്ധമായിട്ട് മാറും എന്ന് വരെ പറഞ്ഞു. അത്രയും കട്ടയ്ക്ക് റഷ്യ നിലപാടെടുത്തത് കൊണ്ടാണ് അന്ന് അത് നിന്നത്. പിന്നെ 93,000 സൈനികരെ നമ്മൾ കൈമാറിയത്, താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. ഈ 93,000 പേരെ അവർ ചത്തു തൊലയുന്നത് വരെ നമ്മൾ ഇവിടെ തീറ്റ കൊടുത്ത് നമ്മൾ ഇവരെ ഇവിടെ ജയിലിൽ പാർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നടക്കുന്ന കാര്യമല്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. വിട്ടുകൊടുത്ത് നിങ്ങൾ കൊണ്ടുപോയി പൊഴിഞ്ഞ് പിന്നെ എന്ത് വേണം ചെയ്തു. പക്ഷേ നമ്മുടെ 53,000 ആളുകൾ മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ മിസ്സിംഗ് ആയ ആളുകൾ എവിടെയെന്ന് അന്വേഷിച്ചോ? കാരണം ബുട്ടയെ പിടിച്ചോണ്ട് വന്ന് നെഗോഷിയേറ്റ് സറണ്ടർ ചെയ്യാനായിട്ട് നെഗോസിയേഷൻ ടേബിളിൽ കൊണ്ടുവന്നിരുത്ത് നമ്മൾ ബലമായിട്ട് സൈൻ ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പറയണമായിരുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ ജയിലുകളിൽ ഞങ്ങളുടെ ആളുകളില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണമെന്ന് പറയണം. അങ്ങനെയല്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത്. നമ്മുടെ സൈനികരുടെ കണക്കുണ്ടല്ലോ, അത് ഫീൽഡ് മാർഷൽ മനേക്ഷയോട് ചോദിക്കണമായിരുന്നല്ലോ. ഇനി ഫീൽഡ് മാർഷൽ മനേക്ഷയ്ക്ക് എന്താ സംഭവിച്ചത്? APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന് ആശുപത്രിയിൽ ശയ്യയില് പോലത്തെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് യാതൊരുവിധ ബെനിഫിറ്റും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഇടപെട്ടിട്ടല്ലേ എന്നിട്ട് ഇദ്ദേഹത്തിന് ബെനിഫിറ്റ്സ് കൊടുത്തത്. അപ്പൊ ഈ 71 വാറിനെ കുറിച്ച് പറയുന്നവര് അതിന്റെ ബാക്കി ശേഷിപ്പായിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന സൈനികരോട് കാണിച്ചത് എന്തൊക്കെയാണെന്നും കൂടെ താങ്കളും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ താങ്കളോട് വ്യക്തിപരമായിട്ടല്ല ശ്രീ സേനാപതി വേണു, അവിടെയാണ് ഈ പാരമ്പര്യം, ഈ മുതുമുത്തച്ഛനും അമ്മൂമ്മയും അച്ഛനുമൊക്കെ ഇങ്ങനെ ഈ സൈന്യത്തെ ദുരുപയോഗപ്പെടുത്തുക, അവരുടെ ആത്മവീര്യം തകർക്കുന്ന ലെവലിലേക്കൊക്കെ പ്രവർത്തനങ്ങൾ, തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു പാരമ്പര്യം കണ്ടുകൊണ്ടാണ് രാഹുൽ വളരുന്നത്. ആ കണ്ട രാഹുലിന് ഇതിലപ്പുറം എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക? ഇവിടെ എങ്ങനെയാണ് ഇവിടെ പൈലറ്റുമാരുടെ കൈ കെട്ടിയിട്ടു എന്നൊക്കെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് എങ്ങനെ പറയാൻ കഴിയും? അതുകൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. സേനാപതി വേണു, ഞാന് മുൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ ശ്രീ രഘുനാഥിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇവിടെ എന്താ പറഞ്ഞ ഒരു വിദേശകാര്യ വിദഗ്ധൻ ശ്രീ മോഹൻ വർഗീസ് ഇരിപ്പുണ്ട്. അദ്ദേഹം അതിനൊരു മറുപടി പറയട്ടെ. കാരണം 71 യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടും അമേരിക്കൻ കപ്പൽപ്പടയുടെ വരവും നിക്സന്റെ അന്നത്തെ തീരുമാനങ്ങളും ഹെൻറി കിസിഞ്ചർ അമേരിക്കയുടെ എന്താ പറഞ്ഞ സെക്യൂരിറ്റി ഉപദേഷ്ടാവിന്റെ അന്നത്തെ ഇടപെടലുകളും ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ? ഇതിനെ വല്ലതും മാറ്റിമറിക്കാനായിട്ട് കഴിയുമോ? ഇദ്ദേഹം ചോദിച്ച ചോദ്യം എന്താ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ഒരു യുദ്ധത്തിലും അതുപോലെ തന്നെ ഒരു എന്താ പറയുക സീസ് ഫയർ, അത് ഇന്ത്യ മാത്രമല്ലല്ലോ, ലോകരാഷ്ട്രങ്ങളെല്ലാം ഇടപെട്ട് ഇന്ത്യ ഒരു ചേരിചേരാ നയത്തിന്റെ ഭാഗമായി ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് നിൽക്കുമ്പോൾ ഒരു യുദ്ധവിരാമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യുദ്ധവിരാമത്തിൽ എന്താ നമ്മൾ പിടിച്ചെടുത്ത ഭാഗങ്ങൾ, ആ പിടിച്ചെടുത്ത ഭാഗങ്ങൾ വിട്ടുകൊടുക്കുന്നത് വെറുതെ വിട്ടുകൊടുക്കുന്നൊന്നുമല്ലോ, അതിനെല്ലാം തക്കതായ കരാറുകളും ആ കരാറുകളെല്ലാം വെച്ചല്ലേ ഈ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന പാകിസ്ഥാന്റെ സേനയുടെ പിടിയിൽ ഉണ്ടായിരുന്ന കണക്കുകളുള്ള ആളുകൾ മുഴുവൻ വന്നു. ബാക്കിയുള്ളത് മിസ്സിംഗ് ആണ്. ഇപ്പൊ എവിടെ മിസ്സിംഗ് എന്ന് യുദ്ധത്തിനിടയിൽ ആരാണ് അന്വേഷിക്കുന്നത്? ബാക്കി അവർ തടവിലാക്കിയിട്ടുള്ള 1000-ലധികം സൈനികരെ വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ 93,000 സൈനികരെ വിടുന്നത്. അത് വളരെ കൃത്യമായിട്ട് ശ്രീ സേനാപതി വേണു, പാകിസ്ഥാന് വളരെ കൃത്യമായി കണക്കുണ്ടായിരുന്നു. അത് അവരുടെ നിശ്ചയദാർഢ്യം, അവരുടെ പൗരന്മാരോടുള്ള ആ ഒരു ബോധം. പക്ഷേ നമ്മുടെ സർക്കാരിന് ഇന്ദിരാഗാന്ധിക്ക് നഷ്ടപ്പെട്ടത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, രാഹുൽ പാർലമെന്റിൽ ഉന്നയിച്ച ഒരു ചോദ്യം, പല ചോദ്യങ്ങളും ഉന്നയിച്ചു, അതിൽ ഒരു ചോദ്യം ഇങ്ങനെയാണ്: സൈന്യത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത പ്രധാനമന്ത്രിയെ ഈ രാജ്യത്തിന് താങ്ങാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതോടുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഇവിടുത്തെ പ്രധാനമന്ത്രി, അന്നുണ്ടായിരുന്ന പ്രധാനമന്ത്രി എടുത്ത നിലപാട് എത്രത്തോളം രാജ്യ താല്പര്യമാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടത്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 65-ലും 71-ലും നടന്നു. പ്രത്യേകമായി ഇപ്പോൾ പരാമർശിക്കുന്നത് ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് കാരണമായ 71-ലെ യുദ്ധമാണ്.
അവിടെ ഇപ്പോൾ ഈ ഡിബേറ്റിൽ വന്ന ആകസ്മികമായിട്ടാണെങ്കിലും അത് വന്ന ഒരു വിഷയം അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഈ ബേ ഓഫ് ബംഗാൾ തീരത്ത് നങ്കൂരമിടുകയും അതിനോട് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിച്ചത്. അത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിരട്ടൽ കൊണ്ടാണോ യുദ്ധം ആ രീതിയിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകാതിരുന്നത്, അതോ ഇന്ദിരാഗാന്ധിയുടെ ചില പ്രസ്താവനകളിൽ പേടിച്ചിട്ടാണോ അമേരിക്ക പിന്മാറിയത്? ഇത് രണ്ടും വിഷയമാണ്. ഇവിടെ ഭാരതത്തിൻ്റെ ഒരു സൈന്യം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു. അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവ്വരൂപമായ ജനസംഘം ഉൾപ്പെടെ ഈ രാജ്യസ്നേഹത്തോടു കൂടി തന്നെ ഈ ഇന്ദിരാഗാന്ധിയുടെയും രാജ്യത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം പിന്നിൽ അടിയുറച്ചു നിന്നു എന്നത് വളരെ സത്യം തന്നെയാണ്. അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഇവിടെ നോക്കൂ, ശ്രീമതി ഇന്ദിരാഗാന്ധി അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് വരുന്നുവെങ്കിൽ വരാം, പക്ഷേ അവർ ആ രൂപത്തിൽ തിരിച്ചു പോകണോ എന്ന് ഭാരതം തീരുമാനിക്കും. അത് റഷ്യയുമായി അന്ന് ഒപ്പിട്ട ട്രീറ്റി ഓഫ് പീസ് ഫ്രണ്ട്ഷിപ്പ്, റഷ്യയല്ല സോവിയറ്റ് യൂണിയൻ, ട്രീറ്റി ഓഫ് പീസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യ ഹാസ് എ കമ്മിറ്റ്മെൻറ്റ്. റഷ്യക്ക് ഇന്ത്യക്കെതിരെ നടക്കുന്ന ഏത് ആക്രമണത്തെയും സോവിയറ്റ് യൂണിയനെതിരെയുള്ള കടന്നുകയറ്റമായി പരിഗണിച്ചുകൊണ്ട് ഭാരതത്തെ ഡിഫെൻഡ് ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ് സോവിയറ്റ് യൂണിയൻ. ഈ ഒരു വാചകമാണ് ആ ട്രീറ്റി ഓഫ് പീസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ. അത് നോക്കുമ്പോൾ നിരുപദ്രവകരമാണ് എന്ന് തോന്നാം. ഈ ശീതയുദ്ധകാലമാണ്, ഇന്ത്യ ചേരിചേരാ നയം സ്വീകരിച്ച രാജ്യമാണ്, പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ ഒരു സൈനിക അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. അതിനെ അതിജീവിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നത് വ്യക്തമായിരുന്നു. അപ്പോൾ തന്ത്രപ്രധാനമായ പാർട്ട്ണർഷിപ്പ്, ലിങ്കേജസ്, കരാറുകൾ അതിലേക്ക് ഇന്ത്യ എത്തിച്ച വിഖ്യാതയായ പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധി. പക്ഷേ അവിടെ ഒരു യുദ്ധം ആ രീതിയിൽ അമേരിക്കയുമായി റഷ്യക്ക് സോവിയറ്റ് യൂണിയന് ഏറ്റുമുട്ടേണ്ടി വന്നില്ല. അതുകൊണ്ട് അത് പിന്മാറി. അതുകൊണ്ട് ആ ഒരു കാര്യം അമേരിക്കയുടെ ഹെൻറി കിസിഞ്ചർ പലയാവർത്തി ശ്രമിച്ചതാണ് അതിലിടപെടാൻ. പക്ഷേ ഇന്ത്യ അതിനോട് ലിവറേജ് കൊടുത്തില്ല. അമേരിക്കയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരു 62 യുദ്ധത്തിൽ നെഹ്റുവിൻ്റെ മനസ്സൊന്നാടി അമേരിക്കയോട് സഹായം ആവശ്യപ്പെട്ട ഒരു കഥയുണ്ട്. അത് നമ്മൾ മാറ്റി നിർത്തിയാൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് കൃത്യമായ നിലപാടുകളുണ്ടായി. ഇതിന് ശേഷം വന്ന സൈനികരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കൃത്യമായ നിരീക്ഷണമല്ല ഇവിടെ കേട്ടത്. രണ്ട് ഭാഗത്തുനിന്നും കേട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഒരു കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ 93,000 സൈനികരുടെ സന്ധാരണം ഇന്ത്യക്കുള്ളിൽ നടക്കണമെങ്കിൽ അന്നത്തെ കാലത്തെ വലിയ ചിലവാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായി ഇന്ത്യ എക്കാലത്തും പുലർത്തിയിരുന്ന ഒരു മാന്യതയുണ്ട്. ഇന്ത്യ ഒരു ധാർമ്മികമായ ഒരു അടിത്തറയുള്ള രാജ്യം കൂടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് പാർട്ടിയുടെ ഭരണമാണെങ്കിലും ശരി, ധാർമ്മികത കൈവിട്ടിട്ടില്ല. ആ ധാർമ്മികതയുടെ പേരിലാണ് സ്വാതന്ത്ര്യാനന്തരം ശ്രീ മഹാത്മാഗാന്ധി തന്നെ രാഷ്ട്രപിതാവ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വെൻ യു ഡിവൈഡ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ന്യായമായ ഒരു പങ്ക് പാകിസ്ഥാന് കൊടുക്കണം. ഇന്ത്യ ഇന്നും സുരക്ഷിതമായി നിൽക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ആ ഒരു ധാർമ്മികമായ പിൻബലമാണ്. വേണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പിടിച്ചു വയ്ക്കാമായിരുന്നു. അങ്ങനെയല്ല, ഗാന്ധിജി വെന്റ് ഓൺ എ ഫാസ്റ്റ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാന് കൊടുക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ അവകാശപ്പെട്ടതെന്ന് ഗാന്ധിജി കരുതിയിരുന്ന തുക കൊടുക്കുന്നത് വരെ താൻ നിരാഹാരമാണ്. ഉദാത്തമായ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളാണ് അന്തർദേശീയ തലത്തിൽ ഭാരതത്തിന് ക്രെഡിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെയുള്ള ഉദാത്തമായ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ ഒരു കാലത്ത് കൈവശം വന്നിട്ടില്ല. ആ മൂല്യങ്ങളുടെ പ്രതിഫലനമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നമ്മൾ കണ്ടത്. ഇന്ത്യയുടെ നിലപാട് എന്താണ്? കൃത്യമായ നിലപാടാണ്. ഞങ്ങളുടെ യുദ്ധം പാകിസ്ഥാൻ സർക്കാരിനെതിരെയല്ല, പാകിസ്ഥാൻ ജനതയ്ക്കെതിരെയല്ല, പാകിസ്ഥാൻ സൈന്യത്തിന് പോലും എതിരെയല്ല. ഞങ്ങൾ പാകിസ്ഥാനിൽ അഭയം കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ നട്ട് നനച്ച് വളർത്തുന്ന തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിലേക്കാണ് ഞങ്ങൾ ആക്രമണം അഴിച്ചുവിടുന്നത്. കൂട്ടിക്കുഴയ്ക്കരുത്. സൈന്യത്തോട് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ സൈനിക നേതൃത്വം. പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തോട് പറഞ്ഞു, വി ആർ നോട്ട് അറ്റാക്കിങ് യു. ഇത് വളരെ ഓപ്പണായിട്ട് അതിനുശേഷം പറയുകയും ചെയ്തു. അതിനകത്ത് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആരെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ് ആണ് എന്ന് പറയേണ്ടി വരും. ഇതിനൊക്കെയുള്ള മറുപടിയാണ് കൃത്യമായി ശ്രീ AP സിംഗ് ഇന്ന് നൽകിയ മറുപടി. അതിലെല്ലാം ഉണ്ട്. അതായത് രാഷ്ട്രീയ നേതൃത്വത്തിന് ദിശാബോധമുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു, വ്യക്തമായ പദ്ധതികളുണ്ടായിരുന്നു. ഒരു പോളിസി അനുസരിച്ചാണ് പോയത്. 0 ടോളറൻസ് അഗൈൻസ്റ്റ് ടെറർ. അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പോളിസിയാണ്, ഒരു കഴിഞ്ഞ 10 വർഷമായിട്ടെങ്കിലും ഉള്ള ഇന്ത്യയുടെ പോളിസിയാണ് അതിർത്തി കടന്ന് കയറി ആക്രമണം നടത്തിയാൽ ഇന്ത്യയുടെ സുരക്ഷ
അവതാളത്തിലായാൽ അല്ലെങ്കിൽ ഭീകരാക്രമണം ഉണ്ടായാൽ പല ആവർത്തി നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. വി ഹാവ് ദ ഡിറ്റർമിനേഷൻ, വി ഹാവ് ദ വെയർവിറ്റൽ ടു എൻറ്റർ പാകിസ്ഥാൻ, ഒന്നുകിൽ കമാൻഡോ ഓപ്പറേഷനിലൂടെ, അല്ലെങ്കിൽ സൈനികമായി, അല്ലെങ്കിൽ ഏറിയൽ സോർട്ടീസിലൂടെ അകത്ത് കടന്നു കയറി ആക്രമിക്കാൻ മടിക്കില്ല. പക്ഷെ അത് ടാർഗറ്റ് സെലക്ട് ചെയ്യുന്നതിൽ വളരെ കൃത്യമായ ഇച്ഛാശക്തി, വളരെ കൃത്യമായ ഒരു ലക്ഷ്യം സൈന്യത്തിന് മുൻപാകെ വെച്ചു എന്നാണ് ഇന്ന് എയർ ചീഫ് മാർഷൽ സംസാരിച്ചത്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഒപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അങ്ങേയറ്റം വിഷമത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി ഇവിടെ നമ്മൾ ഉദ്ധരിച്ചു പോകേണ്ടതുണ്ട്. വലിയ വിഷമമാണ്, നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മുടെ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടി വരിക എന്നത് വളരെ സങ്കടകരമായ വിഷമം പിടിച്ച ഒരു കാര്യമാണ്. നമ്മൾക്കുണ്ടായ നഷ്ടം, നമ്മൾ എന്ത് ചെയ്തു എന്ന് ഒരു ശത്രുക്കൾ ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടി പറയാം. പക്ഷേ സ്വന്തം ആളുകൾ ഇങ്ങനെ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്നതിലെ വലിയ സങ്കടം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ആ ദൗത്യം പൂർത്തീകരിച്ചതിലുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞത്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. അല്ല നീലിമ, ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ? കാരണം ഒരു രാജ്യം ആ രാജ്യത്തിനെതിരായിട്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുകയും മറ്റൊരു രാജ്യം തീവ്രവാദ പ്രവർത്തനം നടത്തുകയും ആ തീവ്രവാദികളെ ഏറ്റവും കൂടുതൽ പാലൂട്ടി വളർത്തിയ രാജ്യത്തിനെതിരെ നമ്മുടെ സ്വന്തം രാജ്യം കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ നമ്മൾ അവിടുത്തെ സൈനികരെയോ അവിടുത്തെ പൊതുസമൂഹത്തിനെയോ അല്ലെങ്കിൽ ആ രാജ്യത്തിനെയോ എല്ലാം പകരം ആ രാജ്യം നട്ടു വളർത്തുന്ന തീവ്രവാദ സംസ്കാരത്തെയും ആ തീവ്രവാദ സമൂഹത്തെയും ആ തീവ്രവാദ ക്യാമ്പുകളെയുമാണ് കൃത്യമായി ആക്രമിച്ചത്. അത് ആക്രമിച്ച് ലക്ഷ്യം കണ്ട് തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഭാരതമെടുത്ത സ്റ്റാൻഡ് പൊതുസമൂഹത്തിനെ അറിയിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ കൂടി കൃത്യമായി അറിയിക്കുന്ന സമയത്ത് പോലും അതിനോട് അസഹിഷ്ണുത കാണിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അവനവൻ്റെ രാജ്യം വിജയിച്ച് ഈ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും വളർന്നു മുന്നോട്ട് പോകുന്ന സമയത്ത് അവനവൻ്റെ രാജ്യത്തെ ഉൾക്കൊള്ളാനും രാജ്യത്തിൻ്റെ വിജയത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനെ പരിപൂർണമായി ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം ജനാധിപത്യ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കേണ്ടത്. കഷ്ടകാലം കൊണ്ട് ഇന്ത്യക്ക് അങ്ങനെ ഒരുത്തൻ ഇന്ത്യയുടെ പ്രതിപക്ഷ സ്ഥാനത്തില്ല. സേനാപതി വേണു ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് പുച്ഛം തോന്നുന്നു എന്ന് പറയാനുള്ള കാരണം വിഡ്ഢിത്തരങ്ങളുടെ കൂമ്പാരങ്ങളും മണ്ടത്തരങ്ങളുടെ കൂമ്പാരങ്ങളും ഒപ്പം തന്നെ അറിവില്ലായ്മ എന്ന വ്യാജേന ഇതേപോലെയുള്ള ആഗോള തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭാരതത്തിന് ദോഷകരമായ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. നോക്കൂ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സേനാപതി വേണുവോ അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കുക. 2019 മരിച്ച അരുൺ ജെയ്റ്റ്ലി 2020 നടന്ന കർഷക സമരത്തിൽ ഈ രാഹുൽ എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ ശവക്കണറ കുത്തി തുറന്നു വന്ന് രാഹുൽ മോനോട് പറഞ്ഞോ ജെയ്റ്റ്ലി അന്നെ ഞാൻ പരലോകത്തേക്ക് കൊണ്ടുവന്ന്? എന്ത് വീട്ടിത്തരാണ് ഇപ്പം എൻ്റെ സേനാപതി പോകണം നിങ്ങളുടെ നേതാവ് പറയണേ. അതേ നേതാവ് കാണിക്കുന്ന പൊട്ടത്തരങ്ങൾ ചെറുതാ. നിങ്ങൾ ഗോവ മുഖ്യമന്ത്രിയായിരുന്ന ഗോവ MP ആയിരുന്ന ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന ബഹുമാനായിട്ടുള്ള പരീക്കർ അസുഖബാധിതനായി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പോയി കണ്ട്, അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ നേതാവ് പോയി കാണുന്ന പോലെ കണ്ട് പുറത്ത് വന്ന് ജനങ്ങളോട് നുണ പറഞ്ഞവനല്ലേ രാഹുൽ. എന്താ പറഞ്ഞത്? റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല എന്ന് അദ്ദേഹം ഇയാളോട് പറഞ്ഞു എന്ന്. നല്ല വക്കൻ നുണയല്ലേ അയാൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് മൂക്കിൽ ട്യൂബും വെച്ച് ആ പാവപ്പെട്ട വ്യക്തിക്ക് പാർലമെന്റിൽ വന്ന് ഈ അസുഖ സമയത്ത് പോലും പറയേണ്ടി വന്നില്ലേ ഈ നുണപ്രചരണം നടത്തിയതാണെന്ന്? അദ്ദേഹം എഴുത്തെഴുതി അയക്കേണ്ടി വന്നില്ലേ ഇതേപോലെയുള്ള അനാവശ്യം പ്രതികരിക്കരുതെന്ന്? ആരാ പറയുന്നേ? ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തല കുനിക്കുന്നില്ലേ സേനാപതി വേണു? ഇതേപോലെയുള്ള വിഡ്ഢ്യാസുരന്മാരെ പ്രതിപക്ഷത്തിൻ്റെ നേതാവായിരുന്നിട്ട് ഞങ്ങളങ്ങ് സഹിച്ചോളണം അയാളുടെ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും അയാളുടെ പൊട്ടത്തരങ്ങളും എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഭാരതത്തിൻ്റെ ജനങ്ങൾ അംഗീകരിക്കുക? സേനാപതി വേണു സത്യസന്ധമായിട്ട് ഈ ക്യാമറ ഓഫ് ചെയ്ത് ചിന്തിച്ചാൽ അങ്ങും ഇത് അംഗീകരിക്കില്ല. സൈനികനായിട്ടുള്ള അങ്ങയുടെ ഒരു ചോദ്യം മണ്ടത്തരമായി പോയി. അങ്ങ് എന്താ ചോദിച്ചേ? യുദ്ധം അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ നീട്ടായിരുന്നില്ലേ? എന്നിട്ട് പാകിസ്ഥാൻ മൊത്തം അങ്ങോട്ട് എടുക്കായിരുന്നില്ലേ? സൈനികനായ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൽ അങ്ങയുടെ അറിവ് കുറവെന്ന് ഞാൻ പറയില്ല, ഒരു ചർച്ചയിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കണം.
ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയപ്പെടുന്ന നടപടി ഭാരത സർക്കാർ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ശത്രു രാജ്യത്തെ, അവർ വളർത്തുന്ന തീവ്രവാദത്തെ അവർ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് കൃത്യമായി മാർക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു പോയ സമയത്ത് ഒരു സൈനികൻ എന്ന രീതിയിൽ സേനാപതി വേണു നമ്മുടെ സർക്കാർ ചെയ്ത പ്രവൃത്തി കൃത്യമാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തേ പറ്റാത്തത്? എന്താ റോബർട്ട് വദ്ര എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ ആ വിദ്യാസുരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പെങ്ങളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈ വയനാട് MP-യുടെ ഭർത്താവ് ഈ തെമ്മാടിത്തരം പറഞ്ഞ സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തും പെഹൽഗാമിൽ നടന്നിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പറഞ്ഞ സമയത്ത് അങ്ങ് എന്താ അതിനെ തള്ളി പറയാഞ്ഞ്? കർണാടകയിലെ മന്ത്രി അനാവശ്യം പറഞ്ഞ സമയത്ത് മരിച്ച ആ വ്യക്തിയുടെ കുടുംബത്തെ അനാവശ്യം പറഞ്ഞ സമയത്ത് എന്താ അങ്ങയുടെ നാവ് പൊന്തിയില്ല? ഈ കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇനി ഇതേപോലെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് നിങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി വേണുഗോപാലന് പറയേണ്ടി വന്നത്, സർക്കുലർ ഇറക്കേണ്ടി വന്നത് കൊള്ളരുതായ്മ അവനവൻ്റെ സ്വന്തം പാർട്ടിയുടെ ആളുകൾ കാണിച്ചുകൊണ്ടല്ലേ? കോൺഗ്രസിൻ്റെ എന്തിനായിരുന്നു ഭാരതം അതുപോലെയുള്ള പ്രതിസന്ധിയെ കൈകാര്യം ചെയ്തുകൊണ്ട് കൃത്യമായി തിരിച്ചടിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള മോശത്തരം നിങ്ങൾ കാണിച്ചത്? എന്നിട്ട് നിങ്ങളവിടെ വന്നിരുന്ന് പറയാം നിങ്ങളുടെ പാരമ്പര്യം. പിന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞു, സേനാപതി വേണു, ഞാൻ ചോദിച്ചോട്ടെ, ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും നെഹ്റുവിനെക്കുറിച്ചും അവരുടെ കഴിവിനെക്കുറിച്ചും പ്രാപ്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. 93,000 സൈനികരെ ഏത് കാലഘട്ടത്തിൽ? ആ കാലഘട്ടത്തിൽ 93,000 എണ്ണത്തിനെ ഇന്ത്യയിലേക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കയറി കൈകാര്യം ചെയ്ത് ഭാരതത്തിൻ്റെ സൈനികരിങ്ങനെ പോകുമ്പോൾ സൈനികനായ സേനാപതി വേണു, സൈനികനായി സേവനം മട്ടിച്ച ദേശീയവാദി ഭാരതത്തെ സ്നേഹിക്കുന്ന നരേന്ദ്രമോദി കയറ്റിവിട്ടതല്ല ഉല്ലാസ് ബാബു, നരേന്ദ്രമോദി കയറ്റിവിട്ടതല്ല. മണ്ടത്തരം വിളമ്പാതെ ഞാൻ അങ്ങ് പറഞ്ഞു തരാം. അല്ല, ആവേശം ജ്വലിക്കേണ്ട, ഞാൻ പറഞ്ഞു തീർത്തു തരാം. അങ്ങനെ പോയ സമയത്ത് ഷിംല കരാർ എന്ന് പറഞ്ഞൊരു കരാർ ഉണ്ടാക്കി ഇവരെ തിരിച്ചു വിളിച്ചിട്ട് മേഡം കാണിച്ചത് ഭാരതത്തോട് നീതികേടല്ലേ? തിരിച്ചു വിളിച്ച കരാർ ഉണ്ടാക്കിയത് ഭാരതത്തിന് അനുകൂലമായ കരാറായിരുന്നോ? നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് നാളെ ചർച്ച ചെയ്യാം. നിങ്ങൾ 1.5 മണിക്കൂർ നേരം ഓടും സേനാപതി ഓടോ നിങ്ങളുടെ ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിനോട് കാണിച്ച നീതികേട് കണ്ടു കഴിഞ്ഞാൽ ഒപ്പിട്ട് കൊടുത്തതേ തനി വേഷം കേട്ട ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളും ഞാൻ ഈ മാധ്യമത്തിന് മുമ്പിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നില്ല. ആ ചരിത്രത്തിലേക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് പോവാം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ നെഹ്റു എന്ന് പറയപ്പെടുന്ന വ്യക്തിയും ഇന്ദിര എന്ന് പറയപ്പെടുന്ന വ്യക്തിയും ഭാരതത്തിനോട് കാണിച്ച നീതികേട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുള്ളൂ. പിന്നെ 53 ആളുകൾ നമ്മുടെ അവരുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് അവരുടെ കയ്യിലിരിക്കുന്നത് അറിയാൻ കഴിഞ്ഞില്ലെന്ന് മിസ്സിംഗ് ആയി പറഞ്ഞെന്ന് മണ്ടത്തരും വങ്കത്തരും വിളിച്ചു പറയാ. ഒരു സൈനികനായി സേവനമനുഷ്ഠിച്ച നിങ്ങൾ 53 പേരുടെ ഇവിടുന്ന് പോയ സമയത്ത് അവരെ കുറിച്ച് അറിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അറിയാൻ കഴിവില്ലെന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ദിര എന്ന് പറയപ്പെടുന്ന ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിക്ക് ഈ നാടിനകത്ത് സൈനികർ നഷ്ടപ്പെട്ടപ്പോൾ അതിന് കൃത്യമായിട്ട് എണ്ണ കഴിവില്ലായിരുന്നെങ്കിൽ, അവരെ തിരിച്ചു മേടിക്കാൻ കഴിവില്ലായിരുന്നെങ്കിൽ, നട്ടലില്ലായ്മ, അത് എന്നിട്ട് അതിനെ കുറിച്ച് വീരവാദം പഠിച്ച് അതിനെ ന്യായീകരിക്കുന്നു. നാടകങ്ങളുടെ ന്യായീകരണം സ്വന്തം രാജ്യത്തെ ജനങ്ങൾ അവരുടെ രാജ്യത്തെ കിട്ടുകൊടുത്ത് 93,000 തിരിച്ചു കൊടുത്ത് നാണവും മാനവും ഇല്ലാത്ത കഴിവില്ലാത്ത ഈ സമൂഹത്തിനോട് നീതികേട് കാണിച്ചവർക്കെതിരെ ന്യായീകരിക്കുന്നു, അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നു. എന്നിട്ട് ഒരു തരത്തിലും രാഹുൽ എന്ന് പറയപ്പെടുന്നവന്റെ വർത്തമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശൈലിയെ അംഗീകരിക്കാതെ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുക. ഈ ഭാരതത്തിനെതിരായി രാഹുൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ 1ഉം 2ഉം ആണോ? ഈ ഭാരതത്തിന് എതിരായിക്കൊണ്ട് ചൈനയ്ക്ക് അനുകൂലമായി സംസാരിച്ചവനല്ലേ രാഹുൽ? ഈ ഭാരതത്തിനെതിരായിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ സംസാരിച്ചവനല്ലേ രാഹുൽ? ഈ ഭാരതത്തിനെതിരായിക്കൊണ്ട് അന്യരാജ്യങ്ങളിൽ പോയി രാജ്യത്തിനെതിരായി സംസാരിച്ചവന്റെ പേരല്ലേ രാഹുൽ? ആ നാണം കെട്ടവൻ പറഞ്ഞിട്ടുള്ള മുടക്കഥകൾ ഈ രാജ്യത്ത് എത്രയുണ്ട്? കോടതികൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് പറഞ്ഞില്ലേ ഉത്തരവാദിത്ത ബോധ്യം ഉണ്ടാകണമെന്ന്? ആ ഉത്തരവാദിത്ത ബോധ്യമില്ലാത്ത പ്രതിപക്ഷ നേതാവിനെ ചുമക്കേണ്ടി വന്ന ഗതികേടുകാരല്ലേ ഞാനും സേനാപതി വേണുവടക്കമുള്ള ആളുകൾ? കോൺഗ്രസ് പാർട്ടിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് സകലവിധ വൃത്തികേടുകളും നുണപ്രചരണങ്ങളും കള്ളക്കടത്തരങ്ങളും പറഞ്ഞുകൊണ്ട് അത് ഈ രാജ്യത്തെ ജനങ്ങളെ അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള പരിപൂർണമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ 3ാം തവണയും സർക്കാരുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെ അംഗീകരിക്കാൻ സാധിക്കാതെ, അതിനെ ബഹുമാനിക്കാൻ സാധിക്കാതെ പ്രതിപക്ഷത്തിരിക്കേണ്ട ഫ്രസ്ട്രേഷൻ രാഹുൽ എന്ന് പറയപ്പെടുന്നവർ തീർക്കുന്നത് ജനങ്ങളോട് അനാവശ്യം പറഞ്ഞിട്ടാകരുത് സേനാപതി വേണു. ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവൻ അതിന് കൃത്യമായി ഇടപെടണം. ആ ഇടപെടാൻ പ്രാപ്തിയില്ലാത്തവരായതുകൊണ്ട്, കഴിവില്ലാത്തവരായതുകൊണ്ട്, വിവരമില്ലാത്തവരായതുകൊണ്ട്, മണ്ടരായതുകൊണ്ട് നിങ്ങളേറ്റ് കൊണ്ട് നടന്നോ? അത് ഭാരതത്തിലെ ജനങ്ങളേറ്റ് കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ സേനാപതി വേണു അത് നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഞങ്ങളോട് പറയണ്ട കേട്ടോ. രാഹുൽ എന്ന് പറയപ്പെടുന്ന വിടുവായിത്തരം മാത്രം വിളിച്ചു പറയുന്ന നാണം കെട്ടവനെ ചുമക്കേണ്ട ഗതികേടൊന്നും ഭാരത
പോലത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കില്ല സേനാപതി വേണോ? അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. സൈനികനാണ് അത്ര, സൈനികൻ. എന്നിട്ട് സൈനികം വന്നിരുന്ന് അംഗത്തരം പറയാ, സൈനികം വന്നിരുന്നിട്ട് വിഡ്ഢിത്തരം പറയാ, സൈനികം വന്നിരുന്ന് സ്വന്തം സൈനിക പ്രവർത്തി ചെയ്ത് 53 രാജ്യം അങ്ങോട്ട് കൊടുക്കാൻ, അങ്ങോട്ട് 93,000 കൊടുത്തപ്പോ 53 തിരിച്ചു കൊണ്ടുവരാൻ പ്രാപ്തിയില്ലാത്ത ഇന്നലെ കുറിച്ച് നിങ്ങൾ ന്യായീകരിക്കുക. ഷിംല കരാർ ഒപ്പിട്ടതിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ സേനാപതി വേണോ? മുണ്ട് തലയിലിട്ട് ഓടേണ്ടി വരും താങ്കളും കോൺഗ്രസ് പാർട്ടിയും. ചരിത്രം പറയിപ്പിക്കട്ടെ എന്നെ കൊണ്ട് നിങ്ങൾ, കേട്ടോ. ഈ രാജ്യത്തിന്റെ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കൊടുത്തിട്ട്, എല്ലാ സ്ഥലങ്ങളുടെ ഓരോ വിഹിതം കൊണ്ട് കൊടുത്തിട്ട് നാണമില്ലാത്ത തിരിച്ചു പോകുന്ന പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട്, ആ നാണമില്ലാത്ത പാർട്ടിയുടെ കോൺഗ്രസിനെ ന്യായീകരിക്കുന്ന വ്യക്തിയുടെ പേരാണ് സേനാപതി വേണു എന്ന് പറഞ്ഞിട്ട് പൊട്ടനായ രാഹുലിനെയും വിഡ്ഢിയായ രാഹുലിനെയും മണ്ടനായ രാഹുലിനെയും വിടുവായിത്തരം പറയുന്ന രാഹുലിനെയും ന്യായീകരിക്കുന്ന മണ്ടനായി മാറുന്ന സേനാപതി വേണു എന്ന് പറയപ്പെടുന്ന പൂർവ്വ സൈനികൻ എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള അപേക്ഷ. നിലവിലെ ഇതേപോലെയുള്ള വിദ്യാസുരന്മാർ പറയുന്ന പോലെയുള്ള വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾ പറയുമ്പോൾ ഞങ്ങൾ കിടപെടേണ്ടി വരും, കേട്ടോ. ഉല്ലാസ്, ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ശ്രീ സേനാപതി വേണു ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ഒരു വാചകം പറഞ്ഞു വെച്ചത്. നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നത്. ഇങ്ങനെ തുടർന്നാൽ 20 വർഷം കൂടി ഇതേപോലെ ഇരിക്കേണ്ടി വരും എന്ന് അമിത്ഷാ പറഞ്ഞ വാക്കുകൾ പ്രസക്തമാണ്. ചെറിയൊരു ഇടവേള. ഡിബേറ്റ് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, നമ്മൾ ഈ സൈനികരുടെ കാര്യമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ മലയാളിയായ നിലമ്പൂർ കോവിലകത്തെ ഉണ്ണികൃഷ്ണൻ എവിടെയെന്ന് പോലും അറിയില്ല. പാകിസ്ഥാൻ ജയിലിൽ കിടന്നാണ് അദ്ദേഹം മരിച്ചിട്ടുണ്ടാകുക. ഇത് നമ്മുടെ മുന്നിലെ ചരിത്രമാണ്. വളരെ കൃത്യമായി പാകിസ്ഥാനുമായി ഉണ്ടാക്കിയ കരാറുകളിലെല്ലാം ഭാരതത്തിന് വലിയ നഷ്ടം വരുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാനാവുന്നത് സിന്ധു നദീജല കരാറാണ്. 80% വെള്ളം പാകിസ്ഥാന്, 20% മാത്രം ഭാരതത്തിന്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ എപ്പോഴും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഉല്ലാസ് ബാബു ചൂണ്ടിക്കാട്ടിയത്. അങ്ങേക്ക് മറുപടി പറയാം. സ്വന്തം രാജ്യത്തെ അന്യ രാജ്യങ്ങളിൽ പോയി മോശമായി പ്രതികരിച്ചവന്റെ പേരല്ലേ രാഹുൽ എന്ന് പറയപ്പെടുന്നത്? ഈ രാജ്യത്തിന്റെ ഇക്കോണമി ഡെഡ് ഇക്കോണമിയാണെന്ന് വിളിച്ചു പറഞ്ഞ രാജ്യത്തിന് ദോഷം ചെയ്യുന്ന വ്യക്തിയുടെ പേരല്ലേ രാഹുൽ എന്ന് പറയപ്പെടുന്നത്? 2019 മരിച്ച വ്യക്തി 2020 വന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തി പറയപ്പെടുന്ന ഞാൻ മാന്യമായ രീതി അല്ല നീലിമ കേട്ടെ ഞാന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജനം ചാനലിന്റെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു. ഞാൻ ഇന്ന് വരെ പ്രകോപിതനായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു, ഉല്ലാസ് ബാബു ഇരിക്കുന്ന ഒരു ചാനൽ ചർച്ചയിൽ സേനാപതി വരുന്നില്ല. ഓക്കെ, ഞങ്ങൾക്ക് മടുത്തുവെന്ന് അങ്ങേക്ക് ഇക്കാര്യത്തിൽ മറുപടിയില്ലെന്നായിരിക്കും പ്രേക്ഷകർ വിചാരിക്കുക. വളരെ കൃത്യമായ ചോദ്യങ്ങളാണ് ബിജെപിയുടെ പ്രതിനിധിയിൽ നിന്നും ഉണ്ടായത്. അഡ്വക്കേറ്റ് സേനാപതി വേണു ഈ ചർച്ചയിൽ നിന്നും പോയിരിക്കുകയാണ്. രഘുനാഥ് ചൈതന്യയിലേക്ക് പോവുകയാണ്. രഘുനാഥ് ചൈതന്യ, ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എപ്പോഴും രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ഒരാൾക്കെതിരെ വളരെ കൃത്യമായി നിലപാടെടുക്കുക സ്വാഭാവികം. അതിനെ പ്രതിരോധിക്കാൻ ആ പാർട്ടിയിൽ നിന്നുള്ളവർക്ക് തന്നെ സാധിക്കുന്നില്ല. ഈ KC വേണുഗോപാലൊക്കെ അങ്ങേയറ്റം വലിയൊരു പ്രസ്താവനയൊക്കെ ഇറക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങ് സൈനികനാണ്. പക്ഷേ ഈ സൈന്യവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില വിമർശനങ്ങൾ ഒരു രാജ്യവിരുദ്ധതയുടെ സ്വഭാവം കൂടി കൈവരിക്കുന്നത് കൊണ്ടാണ് ഈ ചോദ്യം ഞാൻ അങ്ങയിലേക്ക് വരുന്നത്. ശ്രീ രഘുനാഥ് ചൈതന്യ. നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ജയറാം രമേശിന്റെ ഇപ്പോഴത്തെ ഒരു ചോദ്യം, യുദ്ധം എന്തുകൊണ്ട് നിർത്തി എന്നുള്ളത്. ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നതിന്റെ പുറകിൽ വലിയൊരു രഹസ്യം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം.
പൊടുന്നനെ യുദ്ധം നിർത്താനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സ് കിരണ ഹിൽസിൽ വളരെ ശക്തമായ ഒരു ആക്രമണം നടത്തി. അവിടെ ന്യൂക്ലിയർ സംവിധാനം ഉണ്ടായിരുന്നു. അതിനുശേഷം IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി അസോസിയേഷന്റെ ആളുകൾ അവിടെ വന്ന് പരിശോധന നടത്തിയതും വളരെ രഹസ്യമായിട്ട് അമേരിക്കയുടെ വിമാനങ്ങൾ അവിടെ വന്ന് പറന്നതും നടപടി എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു വലിയൊരു ന്യൂക്ലിയർ ലീക്കിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് യുദ്ധം പെട്ടെന്ന് നിർത്തേണ്ടി വന്നത് എന്നുള്ളത് ഒരു നമുക്കും അവിടേക്ക് ഇടപെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ പോകുമെന്ന് സംശയിക്കപ്പെട്ടത്. ഇനി ഇതിനകത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 2008 മുമ്പുള്ളത് വിട്. 2008 രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടെ ചൈനയിൽ പോയിട്ട് അന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധി 2008 ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. ഈ MOU സൈൻ ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്പർ 1. നമ്പർ 2, 2009 2013 ഇടയ്ക്ക് 2008 ഇത് സൈൻ ചെയ്തതിനു ശേഷമാണെന്ന് ഓർക്കണം. 2009 2013 ഇടയ്ക്ക് 11 ഇന്ത്യയുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളും എഞ്ചിനീയർമാരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ആത്മഹത്യയായിട്ട് സ്ഥിരീകരിച്ചതോ അല്ലെ ഇത് കണ്ടുപിടിക്കാനോ സാധിക്കാത്ത രീതിയിൽ അതിനെ തെളിവുകൾ പോലും നശിപ്പിക്കട്ടെ. ബാംഗ്ലൂരിൽ തീപിടിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു ലാബിൽ തീപിടിച്ചിട്ടാണ് രണ്ടുപേരും മരിച്ചു പോയത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഒരു കൈലാസ മാനസരോവർ യാത്ര വളരെ വിശ്വവിഖ്യാതമായ ഒരു യാത്രയായിരുന്നു. കാരണം ചാനലുകളെല്ലാം അതിനെ വളരെ ആഘോഷമായിട്ട് കൊണ്ടാടി. ആ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ കൈലാസം വരെയോ മാനസരോവർ വരെയോ പോയിട്ടില്ല. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് അവർ തിരിച്ചു പോന്നു. ആ യാത്രയിൽ 2 ചൈനീസ് മന്ത്രിമാരെ ഇദ്ദേഹം കണ്ടു എന്നുള്ളതും വളരെ വ്യക്തമായ പകല് പോലെ വ്യക്തമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഇന്ന് ന്യൂസുകളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്, തെളിവുകളുണ്ട്. മൂന്നാമത്, രാഹുൽ ഗാന്ധി ചൈനീസ് എംബസിയുമായിട്ട് വലിയൊരു രഹസ്യ കൂടിക്കാഴ്ച നടത്തി. ചൈനീസ് എംബസി ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഇത് അവരുടെ വെബ്സൈറ്റിലിട്ടു. അപ്പോൾ വലിയ ചോദ്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ, അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്, മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. ചോദ്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അത് നിരാകരിച്ചു കോൺഗ്രസ്. ഉടനെ തന്നെ ചൈനീസ് എംബസിയുടെ വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു ഈ പിക്ചറും എല്ലാം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പറയുന്നത് ഇപ്പോ നേരത്തെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി ഒരു പൊട്ടനാണെന്നുള്ള രീതിയിൽ. ഇപ്പൊ എനിക്കൊരാൾ അയച്ചതെന്നാണ് ഫ്രാൻസിൽ നിന്ന് പ്രൊഫസർ M. ജോൺ കാമിന്റെ ഒരു എക്സിലുള്ള കുറിപ്പ്. Those who thought he was naive and stupid should know that he is now most frustrated, cunning, ruthless and arrogant man without any ethics, principles or ideology, who can even sell his country for its desire to be a PM. ഇത് വിദേശത്തുള്ള ഈ എക്സ്പേർട്സ് വരെയും ഈ ഒരു കാഴ്ചപ്പാടാണ് പങ്കുവെക്കുന്നത്. അവിടെ നമ്മൾ പറയുന്നത് ഈ അദ്ദേഹം അടിക്കടി രഹസ്യമായിട്ട് വിദേശ യാത്രകൾ നടത്തണു, പട്ടായയിൽ പോകണു, വിയറ്റ്നാമിൽ പോകണു എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ക്രിറ്റിസിസം സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. ഇത് എല്ലാവരും പറയുന്ന പോലെ പട്ടായയിൽ പോകുന്നതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ആൾക്കാർ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. പട്ടായയിലും വിയറ്റ്നാമിലും എല്ലാം സെക്യൂരിറ്റിയും എല്ലാം ഒഴിവാക്കി ആരും അറിയാതെ രഹസ്യമായിട്ട് പോകുന്നത് ഒരു ന്യൂട്രൽ വെന്യൂവിൽ വെച്ചിട്ട് ചൈനക്കാരുമായിട്ടും പാകിസ്ഥാനുകാരുമായിട്ടും ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ന്യായമായിട്ടും നമുക്ക് സംശയിക്കാം. അല്ലാതെ ഇദ്ദേഹം കല്യാണം കഴിക്കാത്തതുകൊണ്ട് അവിടെ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകണമെന്നുള്ള അങ്ങനെ അപകടകരമായ ഒരു രീതിയിലുള്ള വശം കൂടിയുണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച്. ഡോക്ടർ മോഹൻ വർഗീസ്, അങ്ങ് നേരത്തെ ചർച്ചയിൽ പറയുകയുണ്ടായി, ശരിയായ സമയത്ത് ശരിയായി പറയേണ്ട കാര്യം പറയുന്നതാണ് ഒരു പക്വതയുള്ള പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ പല അവസരങ്ങളിലും പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഈ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ സംസാരിക്കുന്ന ഒരാളായി മാറുകയാണ്. അത് തിരുത്തപ്പെടേണ്ടേ? വളരെ ചുരുക്കി അങ്ങയുടെ മറുപടി. നീലിമ, നമുക്ക് രാഹുൽ ഗാന്ധിക്ക് മുൻപും പ്രതിപക്ഷ നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വിദേശ നയമെന്ന് പറയുന്നത് ഒരു തുടർച്ച ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസിൻ്റെ വിദേശ നയമെന്നോ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിദേശ നയമെന്നോ എന്നില്ല, ഒരു നയത്തിൻ്റെ തുടർച്ച രാജ്യത്തിൻ്റെ വിദേശ നയമാണ്. വിദേശ നയ കാര്യങ്ങളിൽ പലപ്പോഴും പ്രതിപക്ഷം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുക്കുന്ന നിലപാടുകളുടെ ഒരു പിന്തുണയുമായി എൻഡോഴ്സ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അവിടെ രാജ്യം ഒറ്റക്കെട്ടാണ്, സൈന്യത്തിന് പിന്നിൽ രാജ്യം അണിനിരക്കുന്നു, ഗവൺമെൻറ് സൈന്യത്തിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുന്നു, പ്രതിപക്ഷം അതിനെ വിമർശിക്കാറില്ല. പൊതുവെ അതാണ് ജനാധിപത്യത്തിലെ ഒരു മര്യാദ. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് രാജ്യത്തിൻ്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച്, യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് വിമർശനങ്ങൾ ഉയരുന്നു. അതാദ്യമായിട്ടാണ്. മുൻപ്
ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവ്വരൂപമായ ജനസംഘം പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും കാണാത്ത രീതിയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണപക്ഷത്തിന് നേരെ പാർലമെന്റിനുള്ളിലും പുറത്തും സംശയങ്ങൾ ഉന്നയിക്കുന്നു, വിമർശനങ്ങൾ നോക്കുന്നു. ഇതെല്ലാം അനുവദനീയ കാര്യമാണെങ്കിൽ പോലും അത് അഭികാമ്യമാണോ എന്ന ചോദ്യമാണ് ഒരുപക്ഷെ ഈ ചർച്ചയിൽ മുളച്ചു നിൽക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി ചോദ്യം ചോദിക്കുന്നു എന്നതിനെ തെറ്റായി കാണാനാവില്ല. പക്ഷേ ആ ചോദ്യം എപ്പോഴും ഭാരതത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് ഊർജം പകരുന്ന രീതിയിലാണ് എങ്കിൽ അത് തീർച്ചയായും അനഭിലഷണീയമാണ്. രാജ്യത്തെ ദ്രോഹിക്കാൻ മുതിരുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഊർജം നൽകുന്ന രീതിയിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതാണ് വിഷയം. ഇനിയെങ്കിലും രാഹുലിന്റെ സംശയം തീർന്നോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. തീർന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ജയറാം രമേശിന്റെ പ്രസ്താവന, ആ എക്സ്പോസ്റ്റ് സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. രാജ്യത്തിന്റെ വിജയം രാഹുൽ ആഗ്രഹിച്ചിരുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ പുറത്തുവരികയാണ്. ആരുടെ നാവായാണ് രാഹുൽ നിലകൊള്ളുന്നത് എന്ന വലിയ ചോദ്യവും ഉയരുകയാണ്. ഈ ചർച്ച ഇവിടെ പൂർത്തിയാകുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നമസ്തേ.